ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കൈമാറുകയാണ്. കർത്താവ് തരുന്ന ഏതും മഞ്ഞയും പിടിച്ചെടുക്കുവാൻ നമ്മൾ ആഗ്രഹമുള്ളവരായി മൈൻഡ് മാറുക എന്നുള്ളതാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് പോലെ ഈ പകൽക്കാലം ഒരു പുതുക്കത്തിന്റെ ആത്മാവുമായി നമുക്ക് പോകുവാനിടയായിത്തീരണം. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ പുതിയ സൃഷ്ടിയാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു എങ്കിൽ ആ പുതിയ സൃഷ്ടിയുടെ ഫലം കായ്ക്കുന്നവരായി മാറണം. പഴയതെല്ലാ ചിന്തകളും ഉടഞ്ഞു മാറി പുതിയ സൃഷ്ടിയുടെ ചിന്തയായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനിടയായിത്തീരണം. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കത്തില്ല. വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന സത്യമാണ്. നീ ക്രിസ്തുവിലായാൽ നിന്റെ ജീവിതം പഴയ ജീവിതമല്ല, നിന്റെ ജീവിതം പുതിയ ജീവിതമാണ്. നിന്റെ ജീവിതം പുതിയ ജീവിതമാണെങ്കിൽ നിന്റെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ കാണാൻ കഴിയും. പണ്ട് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എന്റെ രൂപത്തിലോ ഭാവത്തിലോ ഇന്നും മാറ്റമില്ല, അന്നും മാറ്റമില്ല. പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. ഞാൻ യേശുവിനെ അറിഞ്ഞത് മുതൽ എന്റെ ജീവിതത്തിലെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അന്ന് കണ്ടവർ ഇന്ന് എന്നെ കാണുമ്പോൾ എന്നോട് തമാശകൾ പറയാറുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അന്ന് എന്നെ കാണുന്നവർ എന്നോട് തമാശ പറയാറുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിനു ശേഷം എന്നെ കാണുമ്പോൾ തമാശ പറയത്തില്ല. തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരുടെ വാമൂടി കെട്ടിയിട്ട് മുൻപിൽ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നതായി കാണുവാൻ കഴിയും. അത് എന്റെ ക്വാളിറ്റി അല്ല, എന്റെ മേൽ വന്ന മാറ്റം. രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധ ബൈബിൾ നമുക്ക് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ കേൾക്കുന്ന വചനം കേട്ടിട്ട് തന്നെ തന്നെ വഞ്ചിക്കാതെ ആ വചനം പോലെ ജീവിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സഭാ ശുശ്രൂഷകനാണ്. നിങ്ങൾക്ക് വേണ്ടി ഇരുട്ടവരൊക്കെ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ അപ്പനോട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനാണ് അദ്ദേഹം. ഇന്നും നാളെയും തന്റെ ജീവിതത്തിൽ തന്റെ മകന്റെ ജീവിതം ഇമ്പോർട്ടന്റ് ആയ ദിവസമാണ്. എന്നിട്ട് പോലും അതിന് വകവെക്കാതെ ഈ പകലിലും അപ്പനെ ആരാധിക്കുവാൻ നിങ്ങളുള്ള ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ കൃപയാണ്. അത് ദൈവം കൊടുത്ത കൃപയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കൂട്ടുവേലക്കാരാ. ഹല്ലേലൂയ. ഞങ്ങൾ ദേവദാസന്മാർ കൂട്ടുവേലക്കാരാ. ഹല്ലേലൂയ. പ്രിയരേ, കൂട്ടുവേലക്കാരെന്ന് പറയുന്നത് പരസ്പരം ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാനും കൈത്താങ്ങ് തരുവാനുമാണ്. നിങ്ങൾക്കറിയാമോ, എന്റെ ജീവിതത്തിലും പ്രയാസങ്ങൾ പറയുമ്പോ ദൈവസന്നിധി ഇങ്ങനെ മുട്ടുമേൽ പ്രാർത്ഥിക്കുമ്പോ ആ സമയമൊക്കെ നമുക്ക് മുൻപിൽ ചില വ്യക്തികളെ ദൈവം ഇങ്ങനെ കൊണ്ടുതരും. എന്തിനറിയാമോ, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാരം നിറയും, ആരോടും പറയാൻ പറ്റില്ല. ആ ഭാരം നിറയുന്ന സമയത്ത് ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോ ചില വ്യക്തികളെ, ചില അഭിഷിക്തന്മാരെ ഞങ്ങളുടെ കൺമുമ്പിൽ ഇങ്ങനെ കൊണ്ടുതരും. അപ്പോൾ മനസ്സിലാക്കണം, കൺമുമ്പിൽ ഇങ്ങനെ കൊണ്ടുതരുമ്പോൾ ആ ദൈവദാസന്റെ അടുക്കിലേക്ക് ഓടിപ്പോകും. ഹല്ലേലൂയ. ആ ദൈവദാസന്റെ അടുക്കിലേക്ക് ഓടിപ്പോകും. എന്തിനെന്നറിയാമോ, അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവദാസന് ചിലർ കേൾക്കുമ്പോൾ മറുപടി ദൈവം അവിടെ കൊടുത്തിരിക്കും. ആ ദൈവദാസന്റെ കയ്യിൽ നമുക്ക് വേണ്ട എല്ലാ മറുപടി അവിടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇതാ കൂട്ടുവേലക്കാരുടെ വ്യത്യാസം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ നിങ്ങളുടെ ദൈവദാസനോട് എല്ലാ കാര്യം വിളിച്ച് പറയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ആരോട്
ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, സഭ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സകല വ്യക്തികളും വളരണം. എങ്ങനെ വളരണം? ക്രിസ്തുവിൽ വളരണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു വളരണം, വചനം ധ്യാനിച്ചു വളരണം, ആരാധിച്ചു വളരണം. ഹല്ലേലൂയ. ഈ വളർച്ച, നിന്റെ വലിയ വളർച്ച വരുമ്പോൾ നീ ഫലം കായ്ക്കുകയും വർദ്ധിച്ചു വരികയും ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഒരു ചിന്തയുണ്ട്, ചർച്ചിൽ വരുമ്പോൾ നമ്മൾ ആത്മീയരാണ്, അല്ലേ? ചർച്ചിൽ വരുമ്പോൾ ആത്മീയരാണ്. എന്നാൽ ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത്. ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കാണുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിക്കാൻ കഴിയണം. അതിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. നീ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ജീവിക്കാൻ തന്നിരിക്കുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിക്കണം. ഏറ്റവും വലിയ സമ്പത്ത് എന്തെന്ന് ചോദിച്ചാൽ നിനക്ക് കിട്ടിയ വാഹനവുമല്ല, നിനക്ക് കിട്ടിയ വീടുമല്ല, നിനക്ക് റോഡ് സൈഡിൽ വലിയൊരു വീട് കിട്ടിയതൊന്നുമല്ല നിന്റെ സമ്പത്ത്. ഈ ഭൂമിയിൽ മറ്റുള്ളവർ നിന്നെ മാനിക്കുന്നതൊന്നുമല്ല സമ്പത്ത്. ഒരു ദൈവവൈദ്യം തിരിച്ചറിയണം. ലോകത്തിന് കിട്ടാത്ത, ലോകമറിയാത്ത ഒരു രഹസ്യമുണ്ട്. അത് ദൈവം തന്ന പരിശുദ്ധാത്മാവെന്ന ആധാരമാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഹല്ലേലൂയ. അത് ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്ത് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്, അടങ്ങിയിരിക്കരുത്. നിങ്ങൾ ശക്തമായി പുറത്തു വരണം. 2026 നിങ്ങളുടെ വർഷമാക്കി മാറ്റണം. 2026 നിങ്ങളുടെ വർഷമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ വർഷമാക്കി മാറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് കൂടെ യാത്ര ചെയ്യുന്നവരായി മാറണം. നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടണം. ഹല്ലേലൂയ. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം പുറം ശരീരം, ദേഹി അകത്ത്, അകത്തെ മനുഷ്യൻ, ദേഹി. ഈ ദേഹം, ദേഹി, ആത്മാവ്. ദേഹിയുടെ പ്രത്യേകതയാണോ? നിന്റെ മനസ്സിനകത്ത് ഒരു വ്യക്തി ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ നിന്റെ കൈയും കാലും അതിലൊക്കെ ആക്രമ സ്വഭാവമായി വെളിപ്പെടും. നീ ചിന്തിക്കണം. നിന്റെ മൈൻഡിൽ വരുന്നതിന് മുമ്പേ ആക്രമിക്കുവാൻ നിന്നെ അതിലോട്ട് കൊണ്ടെത്തിക്കും. ദേഹിയുടെ പ്രവൃത്തിയാണ്. ചില ആളുകളെ എനിക്കറിയാം, സമാധാനത്തോടെ ഒരു വാക്കുപോലും പറയില്ല. ആവശ്യമില്ലാത്ത കാര്യം വിളിച്ചു പറയാം. സമാധാനത്തോടെ ഒരു വാക്കുപോലും പറയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്നത് കൃപയോട് കൂടിയതുമായിരിക്കണം. ഹല്ലേലൂയ. ദേശത്തിനകത്ത് തിരിച്ചറിയണം, നിന്റെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കായിരിക്കണം. അത് ദൈവത്തിന്റെ കൃപയോട് കൂടിയ വാക്കായിരിക്കണം. നിങ്ങൾ ഇവിടെ ഈ ദേവി ആക്രമിക്കുന്ന സ്വഭാവമുള്ള, പെട്ടെന്ന് അറ്റാക്ക്, പെട്ടെന്ന് കോപിക്കുന്നു. ഇതൊക്കെ ദേവിയുടെ പ്രവൃത്തിയാണ്. എന്നാൽ നിന്റെ അകത്ത്, ഇങ്ങനെ ഇരിക്കുന്ന നിന്റെ അകത്ത് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദേവിക്കകത്ത് കൺട്രോൾ വെളിപ്പെടുത്തും. നിന്റെ ആക്രമ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തിനകത്തോട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ആക്രമ സ്വഭാവത്തിനകത്തോട്ട് ഇറങ്ങി വരണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് ദേഹിയെ നിയന്ത്രിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദേഹിയെ നിയന്ത്രിക്കാൻ
നിന്റെ ലെവൽ മാറാൻ തുടങ്ങും. നീ ആകുന്നത് വേറെയായി മാറും. നമ്മൾ മനസ്സിലാക്കണം. എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വാസത്തിൽ വരാതിരിക്കുന്നതിന് കാരണം നമ്മുടെ ആളുകളാണ്, ഇതിനകത്തുള്ളവർ തന്നെയാണ്. യേശുവിനെ അറിഞ്ഞിട്ടും അവർ ഇരുട്ടവളൊക്കെ ആലയത്തിനകത്ത് പോയിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും കാണാനില്ല. പ്രവൃത്തിയിൽ ചേഞ്ച് വരുന്നില്ല, ജീവിതത്തിൽ ചേഞ്ച് വരുന്നില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പോകേണ്ടി വരുന്നത്? പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഓടുന്നത്? ഒരു കാര്യവുമില്ല. ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ഞാൻ അവരോട് പറയാറുണ്ട്, നീ വ്യക്തിയെ നോക്കിയല്ല, ഒരു വ്യക്തി നിന്റെ മുമ്പിൽ മാതൃകയില്ലാതെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തീയ ജീവിതത്തെ തള്ളി പറയരുത്. ഹല്ലേലൂയ. കാരണം ജീവനുള്ള ഈ വചനമല്ലാതെ നിന്നെ സ്നേഹിക്കാൻ, നിന്നെ കരുതുവാൻ, നിന്നെ മാറോട് അടയ്ക്കുവാൻ, നിന്നെ ആ മാറോട് ചേർത്തടച്ച് നിത്യതയോട് കൊണ്ടെത്തിക്കുവാൻ യേശു എന്ന നാമമല്ലാതെ ഈ ഭൂലോകത്ത് മറ്റൊരു നാമമില്ല കേട്ടോ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സ്വർലോകത്തിലോ ഭൂലോകത്തിലോ അധോലോകത്തിലോ സകല കുറ്റം മടങ്ങുന്ന നാമം ഏക നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. സകല കുറ്റം മടങ്ങുക. അവൻ ആദ്യവായത്. ഓ, അവന് തുല്യം ചൊല്ലുവാൻ വേറൊരുവരുമില്ല. അഗ്നി ജ്വാലയ്ക്കൊക്കെ കണ്ണുള്ളവൻ, മാനത്ത് പൊണ്ടച്ച കെട്ടിയവൻ, വെള്ളോടിന് സാദൃശ്യമുള്ളവൻ, എന്റെ അപ്പനെ പോലെ വേറൊരുവരുമില്ല. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഗ്രഹത്തെ സേവിച്ചിരുന്ന എന്റെ പിതാക്കന്മാരുടെ തലമുറയ്ക്കകത്ത് നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ എന്നെ വിളിച്ചു വേദനിച്ചതിനാണ്. അതിനകത്തെ കന്യകയോ ഇന്ന് സ്നാനപ്പെടാൻ പോകുന്ന വ്യക്തി. ഹല്ലേലൂയ. അതിനകത്തെ കന്യകയോ പിതാക്കന്മാരുടെ ആരാധനയെ കട്ട് ചെയ്തിട്ട് സ്വർഗ്ഗത്തിൽ അപ്പൻ വേദനിച്ചു. ഇന്ന് പകലെ കൈമാറുക. എന്തെന്നറിയാമോ? ചിലത് ദൈവം കത്തിയാൻ പോകുക, ചില ബന്ധങ്ങളെ കത്തിയാൻ പോകുക. പിതാക്കന്മാർ ആരാധിച്ച വിഗ്രഹത്തിന്റെ ആ കന്യെ കട്ട് ചെയ്തിട്ട് പ്രിയ മാതാവിനെ ക്രിസ്തുവിനോട് ചേർക്കുകയാ. ആ കണ്ണിക്കകത്ത് പിറന്ന് വീണവനാ. എന്റെ കുടുംബത്തിനകത്തൊരു ചരിത്രമുണ്ട്. ഒന്നും നേരായ പാതയിൽ സഞ്ചരിച്ചിട്ടില്ല. ആ കുടുംബത്തിനകത്ത് ഒന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ആ പൈശാചിക കോട്ടയ്ക്കകത്ത് നിന്ന് ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു വേദനിച്ചു. ജീവനുള്ള ദൈവം എന്നെ വിളിച്ചു വേദനിച്ചു. ഈ പകൽ അതോടെ കൈമാറുകയാ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ നാമമേ ഉള്ളൂ. അത് സ്വർഗ്ഗത്തിലെ രാജാവ്. ഹല്ലേലൂയ. ഓ, സ്തോത്രം. സ്വർഗ്ഗത്തിലെ രാജാവുണ്ടെന്ന് എന്റെ അപ്പൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ആലയത്തിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ, നീ വെറുതെ വന്നതല്ല. ഇന്ന് നീ അവിടെ ഇവിടെ തൊടാൻ നിൽക്കുന്നില്ലേ? നിശ്ചയ നിന്നെ ദൈവം കൊണ്ടുവന്നിരിക്കോ. ഹല്ലേലൂയ. അനീഷേ, നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്. എന്റെ അപ്പനെ തൂക്കിയെടുക്കോ. ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ. മരണം നീ കാണുമെന്ന് വിശ്വസിച്ചില്ലേ? മരിക്കുമെന്ന് നീ വിശ്വസിച്ചില്ലേ? നിന്നെ തകർക്കാൻ പിശാച് വെല്ലുവിളിച്ച മണ്ഡലങ്ങൾ. എന്നാൽ ദൈവം പറയുന്നു, അതിന്റെ മധ്യത്തിൽ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ഹല്ലേലൂയ. എന്റെ ദൈവം പറയുന്നു, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ഹല്ലേലൂയ. ആ സ്നേഹം ഭയങ്കരമാണ്. അപ്പന്റെ സ്നേഹം ഭയങ്കരമാണ്. നഷ്ടപ്പെട്ടു പോയ മകന് വേണ്ടി കാത്തിരിക്കുന്ന അപ്പനുണ്ട്. മുടിയാനായ പുത്രനെ വേർതിരിച്ച് മാറ്റി നിർത്തി നഷ്ടപ്പെട്ടു പോയവനെ ഭവനത്തിനകത്ത് കൊണ്ടുവരാൻ അപ്പൻ കാത്തിരിക്കുകയാ. ഇതിനകത്ത് ദൈവം ദൂത് പറയുകയാ. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ഈ ഭവനത്തിനകത്തോട്ട് മടക്കി കൊണ്ടുവരുന്നതിന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ടു പോയത്, വീട്ടിന് പുറത്തു പോയത്, ചിലത് മടങ്ങി വരികയാ, ചിലത് മടങ്ങി വരികയാ. പൊന്നുമോനെ വിട്ട് അവർ സ്വീകരിക്കാൻ പോയോ? എന്റെ ദൈവം പറയുന്നു, ഞാൻ മടക്കി കൊണ്ടുവരാൻ പോകുന്നു. ചിലതിന്റെ മേലെ ഞാൻ ജയമയച്ച്, ചിലതിൽ ഞാൻ പുറപ്പെടുകയാ. എന്റെ അപ്പൻ പറയുന്നു, ഞാൻ മടക്കി കൊണ്ടുവരാൻ പോകുന്നു, മടക്കി കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കില്ല. ദൈവദാസ് നിങ്ങൾ പറയാൻ എന്റെ കണ്ണുകൾ ഞാൻ കാണോ? സ്നേഹം വലുതാ. ദൈവ സ്നേഹമേ, ദൈവ സ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞത നിത്യ സ്നേഹമേ. ദൈവ സ്നേഹമേ, ദൈവ സ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞത നിത്യ സ്നേഹമേ. എന്തോ നൽകും പകരമാ തുല്യമാ ഒന്നുമില്ലാതാവലേ. എന്തോ നൽകും പകരമാ തുല്യമാ ഒന്നുമില്ലാതാവലേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദൈവാ. ഇത്രത്തോളം നാഥൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദൈവാ. ഇത്രത്തോളം നാഥൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവ സ്നേഹമേ, ദൈവ സ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞത നിത്യ സ്നേഹമേ. ദൈവ സ്നേഹമേ, ദൈവ സ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞത നിത്യ സ്നേഹമേ. ഹല്ലേലൂയ. ദൈവസ്നേഹം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ആ ദൈവസ്നേഹം ഇല്ലെങ്കിൽ വട്ട പൂജ്യമാണ്. ആ സ്നേഹ കരുതൽ ഭയങ്കരമാ. ഹല്ലേലൂയ. ഓ സ്തോത്രം. കരുതൽ ഭയങ്കരമാ. ഒരിക്കൽ ഒരു പിശാച് എന്റെ അപ്പൻ ജീവിച്ചിരുന്നത്, ഞാനും അപ്പനും ഇരിക്കുമ്പോൾ എന്റെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു. പിശാച് പറഞ്ഞു, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പിശാച് കേട്ട് ഇങ്ങനെ പറഞ്ഞു. എന്റെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, നീയും നിന്റെ തലമുറയും ഞാൻ മണ്ണിൽ ബാക്കി വെക്കാതെ ആ കണ്ണി മുഴുവൻ വേരോടെ പിടുത്തുകളായി വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നീയും നിന്റെ തലമുറയും മണ്ണിൽ ബാക്കി വെക്കാതെ വേരോടെ പിടുത്തുകളായി വന്നു. അന്ന് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ കർത്താവിന് അറിയാം ഇവൻ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര കണ്ടു മനസ്സിലാകുന്നു? കർത്താവിന് അറിയാം ഇവൻ എനിക്ക് ആവശ്യമുണ്ടെന്ന്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു നാഥനുണ്ട്. അവൻ അറിയാം നിന്നെ ഏത് പൂട്ടിട്ട് പിശാച് പൂട്ടിയാലോ ആ പൂട്ട് പൊട്ടിച്ച് പുറത്തെടുക്കുക, ആ പൂട്ട് പൊട്ടിച്ച് നിങ്ങൾ കൊണ്ടുവരേണ്ട ഇടത്ത് കൊണ്ടെത്തിക്കുക. എന്റെ കർത്താവിന് അറിയാം. ഈ സ്നേഹം മാറിപ്പോയില്ല കേട്ടോ. ഇത് തേടി വരുന്ന സ്നേഹമാണ്. എങ്ങനെ പാടാതിരിക്കാൻ കഴിയോ? എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയോ? ഈ തേടി വരുന്ന സ്നേഹം
ജീവിതം നിശ്ചയം കാണാനിടയായിത്തീരുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, യേശു കർത്താവിന്റെ ശുശ്രൂഷകൾ നിങ്ങൾ പഠിച്ചു നോക്കണം. ദൈവസഭയോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ദൈവസഭയുടെ അടിത്തറ എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന വ്യക്തികളുടെ വളർച്ചയാണ്. ദൈവസഭ വളർച്ച എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ ഇരിക്കുന്നതിലല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഒത്തിരി പേർ കൂടി ഇരിക്കുന്നതിലല്ല, മറിച്ച് 10 പേരുണ്ടെങ്കിൽ 10 പേർ ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്ന ഒരു സഭ. ആ സഭ ഒരു വ്യത്യസ്തമായിരിക്കും. ആ സഭ ദേശം അത്ഭുതമായിരിക്കും. ആ സഭയ്ക്കെതിരായി ഒരു കൂട്ടുവിട്ട് കൂട്ടാൻ കഴിയില്ല. ആത്മാവ് എഴുന്നേൽക്കുന്ന ജനമുള്ള സഭയ്ക്കകത്ത് ആർക്കും തകർക്കാൻ കഴിയില്ല. ഇത് കൂട്ടാൻ കഴിയുന്നതല്ലേ? ഇത് ജനം വേറെയാ, ഈ തലമുറ വേറെയാ. അപ്പച്ചന്മാർ കണ്ണുനീരോടെ നിലവിളിച്ച മണ്ണിനകത്ത് സാത്താൻ വേരുവിളക്കാൻ കഴിയില്ല. സാത്താന്റെ തലമുറയ്ക്ക് ഓതിനെതിരായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതൊക്കെ ആത്മലെവലിൽ ചിന്തിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലാക്കാൻ പാടാ. ആത്മവേലിൽ കയറി ചിന്തിക്കേ, ആത്മമണ്ഡലത്തിനകത്തോട് കയറി പ്രവേശിച്ച് ചിന്തിക്കേ. നിന്റെ ചിന്താ മണ്ഡലം ആത്മാവിലാകട്ടെ. ആ മണ്ണിനകത്ത് സാത്താൻ ഇടമില്ലെന്ന് എവിടെ കൂടെ നിനക്കെതിരായി വെളിപ്പെട്ട് വന്നാലോ അവിടെ ഒന്ന് സാത്താന് തലപൊക്കാൻ കഴിയാതെ വണ്ണം ഒരു നാഥൻ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. കെരൂബുകളുടെ മധ്യത്തിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് കെരൂബുകൾ വിളിച്ചു പറഞ്ഞു, ഇവൻ പരിശുദ്ധൻ, ഇവൻ പരിശുദ്ധൻ, ഇവൻ പരിശുദ്ധൻ. സർവ്വഭൂമിയും അവന്റെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഈ യെശയ്യാവിന്റെ പുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്താണെന്നറിയാമോ? ഈ അത്ഭുതം എന്നറിയാമോ? ഞാൻ മറ്റൊരു പുസ്തകം പഠിച്ചപ്പോൾ ആ പുസ്തകത്തിനകത്ത് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് താൻ പ്രാർത്ഥനയ്ക്കകത്തായിരുന്നപ്പോൾ താൻ ദർശനം കണ്ടു എന്നാണ്. താൻ പ്രാർത്ഥനയ്ക്കകത്തായിരിക്കുന്ന സമയത്ത് ആലയത്തിൽ പ്രാർത്ഥനയ്ക്കകത്തായിരിക്കുമ്പോൾ താൻ ദർശനത്തിന്റെ വാതിൽ തുറന്നു കിട്ടി. നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാണ്? കർത്താവ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഈ സിംഹാസനം ഇരിക്കുന്നത് കണ്ടത് യെശയ്യാവാണ്. നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഈ ഉസിയ രാജാവ് ആ കാലഘട്ടത്തിൽ ശക്തനായിരുന്നു. ആ കാലഘട്ടത്തിൽ ശക്തനായിരുന്ന രാജാവ്. അവൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കുവാൻ ആർക്കും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രവാചകന്റെ ഉള്ളിൽ ഒരു ഭയം വെളിപ്പെട്ടു. എന്ത് ഭയമാണ്? ഉസിയാവ് മരിച്ചതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ശത്രുക്കൾ പിടിച്ചടക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ! ശത്രുക്കൾ പിടിച്ചടക്കാൻ സാധ്യതയുണ്ടെന്ന് യെശയ്യാവിന്റെ അകത്തിൽ ഭയം നിറഞ്ഞു. ആ ഭയം നിറഞ്ഞപ്പോൾ യെശയ്യാവ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാൻ തുടങ്ങി. യെശയ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോ ഒരു ദർശനത്തിന്റെ വാതിൽ ഓപ്പണായി. സ്വർഗത്തിൽ നിന്ന് ഒരു ദർശനം ഓപ്പണാകാൻ തുടങ്ങി. ആ ദർശനം ഇങ്ങനെയാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് പൊങ്ങിയോ താഴ്ന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആരെ കണ്ടത്? കർത്താവിനെ കണ്ടു. ഉസിയാവിനെ തള്ളിക്കള. നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്നില്ലേ? അതിനെ മുഴുവൻ തള്ളിക്കള. ഇന്നലെ സപ്പോർട്ടായി നിന്നില്ലേ? അവരങ്ങോട്ട് മറക്ക്. എന്ന് വെച്ചാൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ചിന്തിക്കരുത്. നീ അവരെനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ചിന്തിക്കരുത്. ഇന്നലെ നിനക്ക് സപ്പോർട്ട് ചെയ്തവരാ. ഇന്നലകളിൽ ഉസിയാവ് ശക്തനായിരുന്നു. എന്നാൽ അവൻ മരിച്ചതുകൊണ്ട് ഈ രാജ്യത്തെ
എടാ ഉസിയാവിന്റെ കൂടെ ഇരുന്നത് ഞാനാ. ഞാൻ നിന്റെ കൂടെ ഇരിക്കത്തില്ലേ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം കാണുമ്പോൾ ദൂതന്മാരെ ആദ്യം കാണുന്നു. കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നത്, ദൂതന്മാർ അവന്റെ ചുറ്റും നിൽക്കുന്നത്. ദൂതന്മാർ അവിടെ രണ്ട് ചിറക് കൊണ്ട് മുഖം മൂടി. എന്താ മൂടിയത്? ആരാധന നടക്കുകയാ. ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയാണ് യെശയ്യാവ് കാണുന്നത്. അവൻ ഇരിക്കുന്നത് ആലയത്തിനകത്തും അവൻ കാണുന്നത് സ്വർഗ്ഗത്തിൽ ആ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ദർശിക്കുകയാണ്. നാം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇവിടെ ഇരിക്കുമ്പോൾ ആത്മതലം വെളിപ്പെടുമ്പോൾ, ആത്മവികസനത്തിനകത്തോട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എവിടെയാ കയറി ചെല്ലുന്നറിയാമോ? ആത്മതലത്തിലാണ്. ആത്മതലത്തിനകത്തോട് നീ പ്രവേശിക്കുമ്പോൾ ആത്മകണ്ണ് തുറക്കാൻ തുടങ്ങും. ആത്മകണ്ണ് തുറക്കാൻ തുടങ്ങുമ്പോൾ യെശയ്യാവ് കണ്ടത് ആത്മകണ്ണിലെ ദർശനമാണ് കണ്ടത്. അവൻ ഇരിക്കുന്നത് ആലയത്തിനകത്താണ്. ഇവിടെ ഇരിക്കുന്നത്, നമ്മളെല്ലാം ആലയത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആലയത്തിനകത്ത് ഇരിക്കുമ്പോഴും ആലയത്തിനകത്ത് ഇരിക്കുന്ന നമുക്ക് ആത്മകണ്ണ് തുറന്നു കിട്ടിയാൽ നമ്മൾ ദൈവത്തിന്റെ ആ ദൈവരാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആ അറിവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ലേഖനം എഴുതാൻ തുടങ്ങും. നമ്മൾ സിലബസായി മാറാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നത്. ആത്മതലം വെളിപ്പെടണം, ആത്മമണ്ഡലം വെളിപ്പെടണം. അത് മറഞ്ഞിരിക്കുന്ന രഹസ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പൂർവ്വകാലങ്ങളിൽ തലമുറകളായി മറഞ്ഞു കിടന്ന ഒരു മർമ്മം, അന്ന് കിട്ടാതെ കിടന്ന ഒരു മർമ്മം ഇപ്പോ ഞങ്ങൾക്ക് വെളിവായി വന്നിരിക്കുന്നു. എങ്ങനെയാണ്? ഇപ്പോ ഞങ്ങൾക്ക് വെളിവായി വന്നിരിക്കുന്നു. അന്നത്തെ കാലത്ത് അന്നത്തെ പ്രവാചകന്മാർക്ക് കിട്ടാത്തത് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വെളിവായി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ആത്മകണ്ണ് തുറന്നപ്പോൾ യെശയ്യാവ് സിമ്പിളായിട്ട് ആത്മകണ്ണ് തുറന്നപ്പോൾ കാണുകയാണ്, ദൂതന്മാർ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത് കാണുകയാണ്. ഈ ദൂതന്മാർ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ദൈവത്തെ നോക്കാൻ കഴിയുന്നില്ല, കർത്താവിന്റെ മുഖത്തോട്ട് നോക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്തെന്നറിയാമോ? രണ്ട് ചിറക് കൊണ്ട് അങ്ങോട്ട് മുഖത്തെ കൊണ്ട് മൂടി. കാരണം ആ അത്യുന്നതനായ ദൈവത്തെ നോക്കാൻ ദൂതന്മാർക്ക് കഴിയുന്നില്ല. പരിശുദ്ധനായ ദൈവത്തെ നോക്കാൻ ദൂതന്മാർക്ക് കഴിയുന്നില്ല. ഇവർ രണ്ടുകൊണ്ട് മുഖത്തെ കൊണ്ട് മൂടി, രണ്ട് ചിറക് കൊണ്ട് പാദം മറച്ചു. എന്ന് വെച്ചാൽ ഒരു മാറ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കലോട്ട് പോകാൻ കഴിയാതെ വണ്ണം ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാർ അവിടെ ഒരു മാറ സൃഷ്ടിച്ചിട്ട് ഇവർ പരസ്പരം രണ്ട് ദൂതന്മാർ മുഖത്തോട് മുഖം നോക്കുകയാ. എന്നിട്ട് ഈ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറയുകയാ, യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വങ്ങൾ നിറഞ്ഞിരിക്കുന്നു. പ്രിയരേ, ഈ യെശയ്യാവ് ഈ കാഴ്ച കാണുമ്പോൾ ദൂതന്മാർ ദൈവത്തെ പരിശുദ്ധൻ എന്ന് വാഴ്ത്തുന്നത് ദൂതന്മാരുടെ ഭാഷകളാണ്. ദൂതന്മാർക്ക് ഭാഷയുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാർക്ക് ഭാഷയില്ലയോ? ദൂതന്മാർക്ക് ഭാഷയുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ദൂതന്മാർ സംസാരിച്ചത് ദൂതന്മാരുടെ ഭാഷയിലാണ്. രണ്ട് മലയാളികൾ കാണുമ്പോൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് മലയാളത്താ. നിങ്ങൾ തമ്മിൽ രണ്ട് തമിഴ്നാട്ടുകാർ കാണുമ്പോൾ തമ്മിൽ സംസാരിക്കുന്നത് തമിഴില. ഹിന്ദിക്കാരെ കാണുമ്പോൾ അവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ദൂതന്മാർ അവർ ദൈവത്തെ ആരാധിക്കുന്നത് ആരുടെ ഭാഷകളിലായിരിക്കും? അവരുടെ ഭാഷയില്ല, ദൂതന്മാരുടെ ഭാഷയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. അത് യെശയ്യാവ് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പ്രിയരേ, നിങ്ങൾ തിരിച്ചറിയണം,
ദൂതന്മാർ അവരുടെ ഭാഷയിൽ ആരാധിച്ച ആരാധനയെ ആത്മാവുള്ള യെശയ്യാവ് അവനെ പിടിച്ചെടുത്തു. ഇത് മർമ്മമാ. നീ തിരിച്ചറിയണം, ഇത് പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ, ആത്മവിവശതയ്ക്കകത്ത് നീ എത്തിയാൽ ഈ രഹസ്യങ്ങളെല്ലാം നിനക്ക് കിട്ടാതെയായി തീരും. ഈ രഹസ്യങ്ങളെല്ലാം നിനക്ക് കിട്ടാതെയായി തീരും. നീ മനസ്സിലാക്കണം, ഇത് രഹസ്യമാ. ഇത് മറന്നേക്ക് പുറത്തു വരണമെങ്കിൽ പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ പ്രാപിക്കുകയോ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തിരുന്നെന്നാ. ആരെന്നാ പ്രാപിക്കേണ്ടത്? കർത്താവിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ പറയണം, ഞാൻ കർത്താവിൽ പ്രാപിക്കും. എല്ലാ വ്യക്തിയും പ്രാപിക്കേണ്ടവരാ. കർത്താവ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇവിടെ കുഞ്ഞു കുട്ടികളെ നിങ്ങൾ കർത്താവിൽ പ്രാപിക്കണോ? ഞാൻ ആന്റി പറഞ്ഞ കാര്യമാണ്. ഒരു ആന്റി ഇവിടെ പറയുക, ആദ്യമായിട്ട് ഒരു ആരാധനയ്ക്ക് ഹാളിനകത്ത് കയറിപ്പോയി. ആദ്യമായി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അവർ ആദ്യമായിട്ട് ഒരു ആരാധന ഹാളിനകത്തോട്ട് കയറിപ്പോയപ്പോൾ 8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ഈ അമ്മയോട് പ്രവചിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? 8 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞ് ഈ മാതാവിന് വേണ്ടി പ്രവചിച്ചിട്ട് ആ മാതാവിന്റെ ചരിത്രം മുഴുവൻ ആ കുഞ്ഞ് പ്രവചിച്ചു പറയുകയാ. ആ മാതാവിന്റെ ഭവനത്തിൽ അപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം 8 വയസ്സായ മകൾ പ്രവചിച്ചു പറയുകയാ. ആത്മീയ ജീവിതം എന്നാൽ എന്താണ്? വളർച്ച പ്രാപിക്കുക. പ്രായത്തിലല്ല കാര്യം, ക്രിസ്തുവിന്റെ വളർച്ചയിലാണ് കാര്യം. വളർച്ച പ്രാപിക്കുക. ഈ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ്. വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ്. ആ വളർച്ച പ്രാപിക്കുന്ന വ്യക്തിയുടെ ജീവിതമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. വചനത്തിൽ പണിതെടുക്കുന്ന തലമുറയെ നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ ഈ യെശയ്യാവിന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ചിന്തകൾ കടന്നുപോയി. ഈ യെശയ്യാവിന്റെ പ്രത്യേകത, ഈ യേശുവിന്റെ പ്രവചനങ്ങളെല്ലാം നടത്തിയിരുന്നതെല്ലാം യെശയ്യാവ് ഭയങ്കര വെളിപ്പാടുള്ള മനുഷ്യനായിരുന്നു. യെശയ്യാവ് വെളിപ്പാടുള്ള മനുഷ്യനാണ്. ഈ പൗലോസ് പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ തലമുറകളായി മറഞ്ഞു കിടന്ന മർമ്മം, ആ പൂർവ്വകാലങ്ങളിൽ ഒരുവനായിരുന്നു യെശയ്യാവ്. ആ കാലഘട്ടത്തിൽ യെശയ്യാവ് ക്രിസ്തുവിന്റെ ക്രൂശീകരണം എഴുതി വെച്ചു. എങ്ങനെയാ സംഭവിച്ചത്? അവന്റെ ജീവിതത്തിൽ അവൻ ക്രിസ്തുവിനെ വിളിച്ചറിഞ്ഞവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം, ക്രിസ്തുവിനെ വിളിച്ചറിയുന്നവരാണ്. ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇതിപ്പോ സഭ ആരാധനയായതുകൊണ്ട്, ഇതിനകത്ത് ഇരിക്കുന്നവർ സഭയ്ക്കകത്തുള്ള ആളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരു ഉപദേശം തരാം. നിങ്ങൾക്ക് ഇനി എത്ര കാലമുണ്ടെന്ന് അറിയില്ല. എനിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ കാണുന്നതിന് നാളെ നിങ്ങൾ കണ്ടെന്ന് വരില്ല. പക്ഷേ ഇനിയുള്ള കാലം ജീവിതത്തിൽ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്ന കാലമാകണം. നിങ്ങളുടെ ജോലിയെല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടി മാറ്റിവെക്കണമെന്നല്ല, നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്തതിനു ശേഷം ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുമ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭവനങ്ങളിൽ സമയം ചെലവഴിക്കണം. ദൈവസ്ഥലം ഇരിക്കാൻ തയ്യാറാക്കണം. നിങ്ങൾക്ക് പലർക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചൊരു കാര്യമുണ്ട്. പല കുടുംബത്തിനകത്ത് തകർച്ചകൾ നിറഞ്ഞു കിടക്കുകയാണ്. അത് ഇതിനകത്ത് വരുന്നവർ മാത്രമല്ല, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പല കുടുംബത്തിനകത്തും തകർച്ചകൾ നിറഞ്ഞു കിടക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ തകർച്ച കൊണ്ട് മൂടിയിരിക്കുകയാണ്. മക്കളുടെ അസമാധാനം വെളിപ്പെട്ട കുടുംബം, എന്നും പോരികളും പോരാട്ടങ്ങളും, പരസ്പരം നോക്കുമ്പോൾ തന്നെ വഴക്കിന്റെ മണ്ഡലങ്ങൾ എന്റെ ദൈവം കാണിക്കാനായി തീർന്നു. പ്രിയരെ, ഇതിനകത്തിരിക്കുന്ന സഹോദരിമാർ, നിങ്ങൾ എത്ര പേരാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ദേശത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? സഭ
വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിലോ 50 പേർ പ്രാർത്ഥിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിലോ 50 പേർ ചേർന്ന് പ്രാർത്ഥിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അതിന് പറയുന്നത് ഒരുവരെക്കാൾ 20 ഐക്യബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിനകത്ത് പരിഹാരം നൽകുന്നു. പിശാച് ബാധിക്കുന്ന ഒരു വാദമുണ്ട്. എന്തെന്നറിയാമോ? ഈ ദേശം, ഈ വാദദേശം ദൈവത്തിന് കൊടുക്കത്തില്ലെന്ന്. എന്നാൽ ഇന്ന് പകല് ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവർത്തിക്കുകയാ. ഈ വാദദേശത്തെ പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അവകാശം പറയുകയാ. ഈ ദേശത്തിന് മേലുള്ള എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ പരാജയങ്ങളും, കുടുംബകാര്യങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ കാര്യങ്ങളും, എല്ലാ പരാജയങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇന്ന് മുതൽ നിന്റെ വീട്ടിനകത്ത് അസമാധാനമാണോ? നീ കരമടിച്ച് ഏറ്റെടുത്തോ. ദൈവത്തിന് ചില ചെയ്യാനുണ്ട്. ഇത് സമാരാധനയാ. നീ ആരെയും നോക്കരുത്, അടുത്തിരിക്കുന്നത് നോക്കരുത്. നിനക്ക് ദൈവം നിന്നെ തൊടാൻ ആഗ്രഹിക്കുകയാ. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ വീട്ടിനകത്ത് സമാധാനം വെളിപ്പെടട്ടെ. നിന്റെ വീട്ടിനകത്ത് സന്തോഷം വെളിപ്പെടട്ടെ. യെസ്, എന്നിട്ട് നിനക്ക് നാളെ നോക്കാം. നിന്റെ വീട് ഒരുങ്ങപ്പെടട്ടെ. നിന്റെ തലമുറ ഒരുങ്ങപ്പെടട്ടെ. സഹോദരന്മാരെ, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ? കരങ്ങളയച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. തകർച്ചയെ പൊട്ടിക്കുന്ന പകൽക്കാലമാ. പരിശുദ്ധം പറയുന്നു, ചില കുടുംബങ്ങളെ പിശാച് കബളിപ്പിച്ച് പിശാച് തകർത്തിട്ടിരിക്കുകയാ. ഇന്ന് പകല് അതിന്റെ മേൽ പരിശുദ്ധാത്മാവ് ജയത്തെ പകരുകയാ. നിങ്ങളുടെ ലെവലിൽ ദൈവം മാറ്റാൻ പോവുക. ശുശ്രൂഷ ലെവലിൽ മാറ്റാൻ പോവുക. കർത്താവ് നിങ്ങളെ ഞെരുക്കമാകുന്നു. നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ, നിങ്ങൾക്കുള്ള എല്ലാ മേഖലയ്ക്കും ദൈവം ചെയ്യാൻ പോവുക. നിങ്ങൾ നടുക്കടൽ കിടന്ന് നീന്തുന്നത് പോലെ കയ്യിൽ കടിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിനകത്ത് ആ ഞെരുക്കത്തെ മാറ്റി ഒരു ഉയർച്ചയുടെ പടങ്ങൾ കർത്താവിന്റെ കരം നിങ്ങളെ കൈക്ക് വന്ന് എന്റെ ദൈവം ഉയർത്താൻ പോവുകയാ. ഈ പകൽ ദൈവം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ദൈവം ചെയ്യാൻ പോവുകയാ. പുതിയ ഭാഷ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറയുന്നു. ചില നന്മയുടെ വസ്തുവാക്കി മാറ്റാൻ പോവുകയാ. കൈ കടിച്ചത് മതി, കാല് കടിച്ചത് മതി, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ആരോട് വേദന ശേഖരിക്കാൻ കഴിയുന്നില്ല. പ്രിയരേ, ഓ സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കാൻ പോകും. പക്ഷെ ഈ സമയം നിങ്ങൾക്കുള്ളതാണ്. ഈ സമയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ദൈവത്തോട് അടുക്കാൻ കഴിയുമോ, എത്രത്തോളം അതിനെടുക്കാൻ കഴിയുമോ? എനിക്കറിയാം. ഞാൻ എവിടെയൊക്കെ പോയിട്ടുള്ള പിശാചിന്റെ കോട്ട തകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെ പോയിട്ടുള്ള പിശാചിന്റെ കോട്ട തകർന്നിട്ടുണ്ട്. നിന്റെ ഭവനത്തിനകത്ത് റിലീസ് വേണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങും. ദൂതന്മാരുടെ ഭവനത്തിനകത്ത് നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൂതന്റെ ഭവനത്തിൽ ഇറങ്ങും. എവിടെയൊക്കെയാണ് തടസ്സമുള്ളത്? കോടിക്കണക്കിന് ദൂതന്മാർ ഇന്ന് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ പട്ടണത്തിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയോ. നിന്റെ ഭവനത്തെ തൊഴേണ്ടത് തൊടുക, നിന്റെ കുടുംബത്തെ തൊഴേണ്ടത് തൊടുക. Hallelujah.
നിന്റെ കുടുംബത്തെ ഉയരാൻ അനുവദിക്കാതെ നിൽക്കുന്ന മേഖലയ്ക്കകത്ത് ആത്മാവിന്റെ ഒരു ഉണർവിന്റെ കാറ്റ് വീശുകയാ. ഞാനൊരു വീട്ടില് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നൊരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു വീട്ടിലുണ്ടോ? അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ട്. എന്നോട് പറഞ്ഞു ഒരാൾ എന്നോട് അയക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ശരി അയക്കാൻ പറഞ്ഞു. ആ വ്യക്തി ഭാര്യയും മൂത്ത മകനും മകളുമായി കൈക്ക് പിടിച്ച് ഇങ്ങനെ പതിയെ പതിയെ തള്ളി എന്റെ ഭവനത്തിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയപ്പോൾ ഇരിക്കാൻ കഴിയാത്ത തലയിൽ വീട് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ? എന്നോട് പറഞ്ഞു 3 മാസമായി ഈ അവസ്ഥയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി, ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി, വീട് മാറി നിന്ന് നോക്കി. അവർ പറഞ്ഞതാണ് വീട് മാറി നിന്ന് നോക്കി, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി, എന്നിട്ട് ഇത് മാറുന്നില്ല, എനിക്കിരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം ചെയ്ത് നോക്കി, ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ച വ്യക്തി ഇവരെ ഭവനത്തിലോട്ട് പോയതാ. ആ സമയം ഈ വ്യക്തി ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് അവർ ചോദിച്ചു എന്ത് പറ്റിയതാ? ഈ മനുഷ്യൻ ഭാര്യ വീട്ടിലാണ് ആ സമയം വീട് മാറി നിൽക്കുന്നത്. എന്റെ വീട് കുറച്ച് അപ്പുറത്താണ് ഭാര്യ വീട്. അപ്പോൾ ഈ ഭാര്യ വീട്ടിൽ വന്ന് വീട് മാറി നിൽക്കുകയാണ്. അവിടെ പോയി ആന്റി ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇതാണ് അവസ്ഥ, കിടപ്പില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല, ആഹാരം വാരി കൊടുക്കണം, കിടപ്പിൽ കിടന്നുകൊണ്ട് നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ പറയാനായിത്തീർന്നു. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനില്ല. ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഒരു മാറ്റം വരുന്നില്ല. അവർ പറഞ്ഞു ഞാൻ ഒരാളോട് പറയട്ടെ, പ്രാർത്ഥിക്കാം, നിങ്ങളെ കൊണ്ടുപോകുമോ? അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാം, ഞങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടിയാൽ മതി, ഞങ്ങൾ പോകാം. അവർ അങ്ങനെയാണ് എന്റെ ഭവനത്തിലോട്ട് വരുന്നത്. വരുന്ന സമയത്ത് ഇങ്ങനെ വന്നിങ്ങനെ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്ത് കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അരികിൽ ചെന്നിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തറയിൽ കിടന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റ് അവിടെ തന്നെ ഇരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അടുത്ത സ്റ്റെപ്പ് ചാടി എഴുന്നേറ്റ് കസേരയിൽ ഇരുന്നു. ഹല്ലേലൂയ. നീ തിരിച്ചറിയണം, ഇങ്ങനെ എവിടെയൊക്കെ കെട്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ട് കേട്ടോ. നമ്മൾ രോഗമെന്ന് ഓടുകയാ, നമ്മുടെ കുടുംബത്തിന് അസമാധാനമുണ്ട്, നിന്റെ വീട്ടിനകത്ത് മദ്യപാനം ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുർമന്ത്രവാദ ശക്തികളുണ്ട്. അത് ഇന്ന് പകൽ അടിയാൻ പോകുകയാ, ഇന്ന് പകൽ അതിന്റെ പേരിൽ ജയം തരാൻ പോകുകയാ. ദൈവം പറയുന്നതാ, ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിന്റെ പേരിൽ ജയമുണ്ട്, അതിന്റെ പേരിൽ ജയമുണ്ട്. നിന്റെ മകൻ നിന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പുറകിൽ കാരണമുണ്ട്. ആ കാരണത്തിന് ജയിക്കണോ? ആ കാരണം ജയിക്കും. ആ കാരണം കണ്ടുപിടിക്കേ. ഇന്ന് പകൽ അത് കണ്ടുപിടിക്കാൻ ഒരുവരെ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തീർന്നില്ല. ഈ മനുഷ്യൻ ചാടി കസേരയിൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സുഖമായി, ചാടി എനിക്ക് സുഖമായി, ഞാൻ എന്റെ രോഗം മാറി, എനിക്ക് സുഖമായി. പാസ്റ്റർ എന്റെ വീട്ടിലൊന്ന് വരുമോ? നാളെ ഒന്ന് പ്രാർത്ഥിക്കാം, എന്റെ ഭവനത്തിൽ വരുമോ? എനിക്ക് സൗഖ്യമായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു തീർച്ചയായും വരും, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരാം. എന്ന് ആദ്യം പറഞ്ഞു എന്റെ ഭാര്യ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അടുത്ത ആഴ്ച അങ്ങോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം എന്റെ ഭാര്യ വീട്ടിൽ വരണം. ഞാൻ വരും, നിശ്ചയം ഞാൻ വരും. നിങ്ങളുടെ ഭാര്യ വീട്ടിൽ ഞാൻ വരൂ. അടുത്ത ദിവസം ഞാൻ ഭാര്യ വീട്ടിൽ പോവുകയാണ്. ആ മനുഷ്യന്റെ ഭാര്യ വീട്ടിലൂടെ കയറി പോയപ്പോ ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഓടി പുറത്തു വന്നു. പാസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു? തമിഴ നിന്റെ നല്ല ഇരിക്കുന്നീടാ. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം. ഞാൻ പറഞ്ഞു കൃപയാ, ഞാൻ നന്നായിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ആ മനുഷ്യൻ പാസ്റ്റർ കയറി വരിക, അകത്തോട്ട് എനിക്ക് കസേര എടുത്തിട്ട് എന്നെ അങ്ങോട്ട്
അളിയന്റെ ഭാര്യ അവരെല്ലാം ഓടി വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുകയാ. ആ സമയത്ത് അളിയൻ വന്ന് ആ കഥകിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാ. അളിയൻ ഇങ്ങനെ നിൽക്കും. ഞാനൊന്നും കാണുന്നില്ല, ഞാൻ പുള്ളിയെ ശ്രദ്ധിച്ചില്ല. പക്ഷേ എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊന്ന് ഒന്നുകൂടെ പ്രാർത്ഥിക്കേ. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. ഇവരെല്ലാം എഴുന്നേറ്റ് നിന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വരി പാട്ട് പാടിയപ്പോ ഒരു ഭയങ്കര ഇടി മുഴക്കം പോലെ സൗണ്ട്. ഞാൻ പെട്ടെന്ന് ഞെട്ടി നോക്കി, എന്താ സംഭവിച്ചത്? അലിയങ്ങനെ നിന്ന മനുഷ്യൻ ഇവിടെ നിന്ന് ഭൂതം ഇളകിയിട്ട് ഒരു കസേരയുടെ പുറത്ത് അടിച്ച് പൊട്ടിച്ചുകൊണ്ട് തലയിൽ കിടന്ന് ഉരുളുകയാ. നിന്റെ അകത്തിരിക്കുന്നവന്റെ വില നീ അറിഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ, നിന്റെ വീട്ടിനകത്ത് ഇത് കയറത്തില്ല. നിന്റെ വീട് സ്വർഗമായി മാറും. നിന്റെ വീട് സ്വർഗമായി മാറും. നീ ആരും അറിയും, നിന്റെ അകത്തിരിക്കുന്നവൻ ആരും അറിയും. നിന്റെ അകത്തിരിക്കുന്നവൻ ആരും അറിയും. അറിഞ്ഞാലുണ്ടല്ലോ നീ അനുഗ്രഹമോ. ഞാൻ ഇവിടെ നിൽക്കുന്നത് വെറുതെ നിൽക്കുന്നതല്ല, ഞാൻ നിൽക്കുന്നത് ആത്മാവിന്റെ ബലത്തില. നിങ്ങൾക്കറിയാമോ, 2 ദിവസം കൊണ്ട് പനിയാൻ ഭാരപ്പെട്ട വ്യക്തിയാണ്. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ എങ്കിലും എന്റെ തൊണ്ടയെ തുറക്കുന്ന നാഥനുണ്ട്. അതുകൊണ്ട് ഞാൻ പാടുന്നത് ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാൽ മതി വരും ഈ അപ്പനെ. എന്റെ അപ്പനെ എത്ര സ്തുതിച്ചാൽ മതി വരും. ഹല്ലേലൂയ. നിങ്ങൾ അറിയണം, ഈ അപ്പൻ എത്ര സ്തുതിച്ചാലും മതി വരില്ല. എന്റെ ശുശ്രൂഷയിൽ ഒരു പ്രതികൂലം വെളിപ്പെട്ടു. എനിക്ക് മുൻപോട്ട് ചലിക്കാൻ പറ്റാതിരിക്കുന്ന സമയം എന്റെ സാമ്പത്തികം മുഴുവൻ നഷ്ടമായി. സാമ്പത്തികത്തിന്റെ മേഖല മുഴുവൻ അടഞ്ഞു. എല്ലാ വഴികളും അടഞ്ഞു. വരുന്ന വഴികളെല്ലാം അടഞ്ഞു. 1 രൂപ പോലും സാമ്പത്തികം ഇല്ലാതെ ഇരിക്കുന്ന സമയം. ശുശ്രൂഷയിലെല്ലാം അടയപ്പെട്ട നിമിഷം എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇനി എങ്ങനെ ജീവിക്കുക, എന്ത് ചെയ്യാം? എനിക്ക് അവളോട് പറയാൻ കഴിയില്ല, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞില്ല. ഞാൻ സ്വർഗത്തിൽ ഒരു കാര്യം ഉയർത്തി എന്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ഇരിപ്പുണ്ട്. ഭാര്യയോട് ഞാൻ പറഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദിവസം അവൻ കാക്കും. ഭയപ്പെടേണ്ട, വിളിച്ചവൻ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ദൈവദാസനെ വിളിച്ച ദൈവം വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ഒരു പക്ഷെ നിങ്ങളെ പലരും കണ്ട് കാണാതെ പോകുന്നവർ നമ്മൾ ആഗ്രഹിക്കും, അവർ നമ്മളെ ഒന്ന് വിളിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, ഒരു ചെറിയ സപ്പോർട്ട് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ അവരങ്ങനെ കാണിക്കത്തുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാമോ? എന്റെ കർത്താവ് ഞാൻ നിന്റെ കൂടെ ഇല്ലടാ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട്, ഞാൻ നിന്റെ കൂടെ ഇല്ലടാ. ഞാൻ ശുശ്രൂഷ വാതിൽ അടഞ്ഞപ്പോ ഞാനിങ്ങനെ പോകുമ്പോൾ, ഞാൻ കർത്താവിന്റെ വാഹനത്തിൽ പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിങ്ങനെ ഈ വാഹനത്തിൽ പോകുമ്പോൾ ഈ അന്യഭാഷ പറഞ്ഞു. വാഹനത്തിലെ യാത്ര ഏറ്റവും സുഖം എത്രയാണ്? അന്യഭാഷ പ്രാർത്ഥിക്കുക. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോഴല്ലോ സാന്നിധ്യത്തിൽ നമുക്ക് ഇങ്ങനെ ചലിക്കാം. ഇങ്ങനെ പ്രാവ് പോലെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പറന്ന് നടക്കാൻ കഴിയും. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാവ് പോലെ ഇങ്ങനെ പറന്ന് നടക്കുക. ഹല്ലേലൂയ. പ്രാവ് പോലെ. ഓ സ്തോത്രം. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നിറങ്ങുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നിറങ്ങുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നിറങ്ങുക. ജഡത്തിനെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ജലത്തിനെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ബലത്തിനെ
സാന്നിധ്യത്തിൽ നടക്കുമ്പോഴല്ലോ നമ്മള് ഈ അപ്പനെ ഈ സാന്നിധ്യത്തിനകത്തുകൂടെ അപ്പനോട് കൂടെ നടക്കുമ്പോൾ ഈ സാന്നിധ്യം നമ്മൾ നയിക്കും. ഞാൻ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഈ കൊച്ചു കുട്ടികൾ സംസാരിക്കുന്നത് പോലെ കൊച്ചു കുട്ടികൾ തൻ്റെ അപ്പനോടും അമ്മയോടും ഭയങ്കര സ്നേഹത്തിന് കുടുങ്ങിയല്ലേ സംസാരിക്കുന്നത്. അങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെ? നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മക്കളോട് ഇങ്ങനെ അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു ഭയങ്കര രസം. എന്നാൽ നമ്മൾ തിരിച്ചവിടെ സംസാരിക്കും. ഞാൻ എൻ്റെ യേശു അപ്പനോട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പന്റെ സ്നേഹം എന്റെ ഹൃദയത്തിനകത്ത് ഒഴുകി വരാനിടയായി തീരും. നമ്മുടെ അകത്തിരിക്കുന്ന അപ്പൻ നമ്മോട് സംസാരിക്കും. നമുക്കൊരു ചിന്തയുണ്ട്, നമ്മോട് സംസാരിക്കണമെങ്കിൽ നമ്മോട് ദൈവം സംസാരിക്കുമോ? നമ്മോട് സംസാരിക്കണമെങ്കിൽ ദൈവദാസന്മാർ വരണ്ടേ? നോ. വളർച്ച പ്രാപിക്കേ നമ്മോട് സംസാരിക്കും. നിന്റെ ഹൃദയം തകർന്നിരിക്കുമ്പോ നീ ദൈവത്തോട് സംസാരിച്ച് നോക്ക്. ഒരു കുഞ്ഞ് അപ്പനോട് സംസാരിക്കുന്നത് പോലെ, ഒരു കുഞ്ഞ് അമ്മയോട് സംസാരിക്കുന്നത് പോലെ നീ ഒന്ന് സംസാരിക്കേ. അപ്പനോട് അമ്മയോട് സംസാരിക്കേ. യേശുവിനോട് നീ സംസാരിച്ചാൽ യേശു നിന്നോട് സംസാരിക്കുക. നിന്റെ അകത്തിൽ നിന്നോട് സംസാരിക്കുക. ഒരു സഹോദരി, ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി നല്ല കടത്തിനകത്ത് പെട്ട് കിടക്കുന്ന ഒരു സഹോദരിയാണ്. സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നുപോയി. തന്റെ ഹസ്ബൻഡിന്റെ മദ്യപാന നിമിത്തം തകർന്ന കുടുംബമാണ്. ഒത്തിരി മദ്യപാനത്തിൽ തകർന്നുപോയി. ഒത്തിരി സാമ്പത്തികം നശിപ്പിച്ചു കളഞ്ഞു. ആ മനുഷ്യൻ തെറ്റുള്ള മണ്ഡലത്തിൽ കൂടെ യാത്ര ചെയ്ത് കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞു. ആ മനുഷ്യൻ അതിനുശേഷം ആ മനുഷ്യൻ ഗൾഫിലോട്ട് പറഞ്ഞയച്ചു. സഹോദരി പറഞ്ഞയച്ചതിന് ശേഷമാണ് ഇവർ ഞങ്ങളുടെ ആരാധനയിൽ വരാൻ തുടങ്ങിയത്. അതിനുശേഷം സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ലോണുകൾ ഒത്തിരി പ്രശ്നത്തിനകത്ത് കടന്നു പോകുന്ന സഹോദരി ഇവർ ആദ്യമായി ഞങ്ങൾ സഭയിൽ വരുമ്പോൾ ഇവർ അതിനു മുമ്പ് ഇവർ ചിന്തിച്ചൊരു കാര്യം, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, രണ്ട് മക്കളെ ഒന്ന് ആത്മഹത്യ ചെയ്യുക, മരിക്കുക എന്നൊരു ചിന്തയിലിരിക്കുമ്പോൾ ഒരു സഹോദരി പറഞ്ഞു, നീ വരുന്നുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയം ആ വ്യക്തി മനസ്സോടെ ഉള്ളിൽ ആരെ പറഞ്ഞു ഇവരോട്, നീ ആരാധനയിൽ പങ്കെടുക്കുക, നീ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. ആ സഹോദരി അങ്ങനെ ഞങ്ങൾ ആലയത്തിനകത്തോട്ട് വന്നു. ആ സഹോദരി ഇങ്ങനെ ഈ വിഷയത്തിലാണ് ഞെരുങ്ങിയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു നിവർത്തിയുമില്ല, ഞാൻ ഇവിടെ നിന്ന് ഹസ്ബൻഡ് അങ്ങോട്ട് കാശ് അയച്ചു കൊടുക്കണം. ജോലി ഇല്ലാതിരിക്കുക, വിസിറ്റ് പോയതാ, ജോലി ഇല്ലാതിരിക്കുക, ഞാൻ എവിടെ നിന്ന് അയക്കാനാ? ലോൺ അടയ്ക്കാൻ സമയം എന്നെ വിളിച്ച് കരയാം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സഹോദരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിന് മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാം. എന്നോട് സഹോദരൻ അങ്ങനെ സംസാരിക്കുമോ എന്നോട്? ഞാൻ പറഞ്ഞു, തീർച്ചയായും ദൈവം നിങ്ങളോട് സംസാരിക്കാം. ആ സിസ്റ്റർ അത് കേട്ട് വിശ്വാസത്തോടെ കേട്ടെടുത്തിട്ട് വീട്ടിനകത്ത് കയറി പായിട്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ അറിയില്ല, കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് ആ സഹോദരനോട് ഇടപെടാൻ തുടങ്ങി. മകളെ, നീ എന്തിന് ഭാരപ്പെടുന്നു? നീ എന്റെ പൈതലില്ലേ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ? നിന്റെ ഏത് വിഷയത്തിനകത്ത് പരിഹാരം വരുത്താൻ ഞാൻ നിന്റെ കൂടെ ഇല്ലേ? എന്നോട് ദൈവം പറഞ്ഞില്ല, അവരോട് പറയാം. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പറഞ്ഞു. ഇതാ വളർച്ച. ഇവിടെയാണ് ദൈവത്തിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ വളർച്ചയുള്ളവരായി മാറണം. അങ്ങനെ വളർച്ചയുള്ളവരായി നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ ദേശത്ത് ഫലം കായ്ക്കുന്നവരായി മാറുന്നത്. നിങ്ങൾ ദേശത്ത് ഫലം കായ്ക്കുന്നവരായി മാറുന്നത്. ഒരു ആലയം ദൈവത്താൽ സംഭവിക്കുന്നതാണ്. ഒരു ആലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശരീരമാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ് ഈ ആലയം. എന്നാൽ ഈ ആലയത്തിനകത്തുള്ള എല്ലാവരും ഫലം കായ്ക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എല്ലാവരും ഫലം കായ്ക്കണം. ഒരു വ്യക്തി മാത്രമല്ല, എല്ലാവരും ഫലം കായ്ച്ചാൽ നിങ്ങൾ ദേശത്തെ പിടിച്ചെടുക്കാനായി തീരും. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം നിങ്ങൾ കൈമാറുകയാ. നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ ഇറക്കി വെക്ക്, പരിശുദ്ധ മുമ്പിൽ ഇറക്കി വെക്ക്. ഈ രാത്രിയിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. എന്നോട് രാത്രി ദൈവത്തിന്റെ ആത്മാവ്
ഞാൻ ഇതിന്റെ ഓർമ്മ എന്തുകൊണ്ട് പറയുന്നതാണ്, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഇടപെട്ടു. ആ വീട്ടിലെ ആ കുടുംബനാഥൻ, ആ സഹോദരൻ ഭയങ്കര മദ്യപാനിയാണ്. വീട്ടിൽ സമാധാനം കൊടുക്കത്തില്ല, സന്തോഷം കൊടുക്കത്തില്ല. ഈ മദ്യപാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മദ്യപിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്ത, മദ്യപിച്ചാൽ അവരുടെ ജീവിതം അനുഗ്രഹമാണ്. മദ്യപിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് സന്തോഷമാണ്. പക്ഷെ അവർ മദ്യപിക്കുമ്പോൾ ആ വീട്ടിലെ ഭാര്യയും മക്കളും മാതാപിതാക്കളും അവരൊക്കെ അവരുടെ സന്തോഷം നഷ്ടമായി പോകും. സത്യമാണ്. ഞാൻ ഇതിവിടെ പറയുമ്പോൾ ഈ ദേശം മുഴുവൻ കേൾക്കുന്നുണ്ട്. ഒരു വീട്ടിലെ ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന വ്യക്തി ഏതൊക്കെ കാര്യം ക്രമീകരിക്കണം അറിയാമോ? ഞാൻ ഒരു ഭർത്താവാണ്. ഞാൻ നിങ്ങൾ പറയുന്നു, ഈ ദൈവദാസൻ ഒരപ്പനാണ്. ഈ ദൈവദാസന് ഇന്ന് മകന്റെ എന്നാണ് കല്യാണമാണ്, വിവാഹമാണ്. അപ്പോൾ ഈ അപ്പൻ എന്ന നിലയിൽ തന്റെ മകന് വേണ്ടി എല്ലാ കാര്യവും ദൈവദാസൻ ചെയ്തു കൊടുക്കണം. വേണ്ടേ? ചെയ്തു കൊടുത്തേ പറ്റൂ. മകന്റെ ഭാവിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അപ്പൻ ചെയ്തു കൊടുത്തേ പറ്റൂ. അപ്പോൾ എല്ലാ കാര്യം അപ്പനായതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തേ മതിയാവും. അവരെ പഠിപ്പിക്കണം, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കണം, അവരെ നേരായ പാതയിൽ നടത്തണം. ഇതെല്ലാം ആരാ ചെയ്യേണ്ടത്? അപ്പൻ, പിതാവ്. അപ്പൻ ചെയ്തേ മതിയാവും. അപ്പൻ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ മക്കൾക്ക് നല്ലൊരു അപ്പനായിരിക്കണം. ബൈബിൾ തരുന്ന സന്ദേശമാണ്. നീ നിന്റെ മക്കൾക്ക് മാതൃകയായി നീ നല്ല അപ്പനായിരിക്കുമ്പോഴാണ് നീ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നത്. നീ മനസ്സിലാക്കണം. ഈ ദേശം മുഴുവൻ കേൾക്കുകയാണ്, കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. നല്ലൊരു അപ്പനായിരിക്കുമ്പോൾ മക്കൾക്ക് എല്ലാ കാര്യത്തിനകത്ത് ക്രമീകരണം വരുത്തണം. ഞാൻ എപ്പോഴും ചർച്ചയിൽ പറയും, സഹോദരന്മാരോട് പറയും, നിങ്ങളുടെ മക്കളുടെ കണ്ണ് നോട്ടം തെറ്റിയത് കണ്ടാൽ ശ്രദ്ധിക്കണം. നിങ്ങളല്ലാതെ നിങ്ങളുടെ മക്കളെ ആരാ നേരായ പാത നടത്താൻ കഴിയുന്നത്? ആൺമക്കളായ പെൺമക്കളായാൽ അവരുടെ നോട്ടം തെറ്റിയാൽ ആ നോട്ടത്തിന്റെ അർത്ഥം അമ്മ അറിയണം, അപ്പൻ അറിയണം. ഈ കാലഘട്ടം പിശാച് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനകത്ത് തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ പ്രാപിച്ചു കുടുംബത്തെ നയിക്കേ. അപ്പോൾ ഒരപ്പൻ മക്കൾക്ക് അപ്പനായിരിക്കും, അല്ലെ? അപ്പനായിരിക്കും. ഈ അപ്പൻ തന്റെ ഭാര്യയ്ക്ക് ആരായിരിക്കണം? നല്ല ഭർത്താവായിരിക്കണം. ആ ഭർത്താവിന്റെ ഡ്യൂട്ടി മദ്യപിച്ച് വന്നിട്ട് കൈമുട്ട് ഈ പരിപാടിയല്ല. ബൈബിൾ പറയുന്നത് പുരുഷത്വം കാണിക്കാൻ. പുരുഷത്വം എന്ന് പറയുന്നത് മദ്യപിച്ചുകൊണ്ട് വന്നിട്ട് ദേഷ്യപ്പെടുന്നതോ വഴക്കുണ്ടാക്കുന്നതോ മർദ്ദിക്കുന്നതോ ഇതൊന്നുമല്ല പുരുഷത്വം. പുരുഷത്വം എന്ന് പറയുന്നത് ദൈവത്തിൽ പ്രാപിച്ച് തന്റെ കുടുംബത്തെ നേരായ പാതയിൽ നടത്തുന്നതാണ് പുരുഷത്വം. ദൈവാത്മാവിന്റെ ചില കുടുംബങ്ങൾ തുറന്നായിരിക്കുക. പ്രിയരെ, നിന്റെ കുടുംബത്തെ നീ കാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ നിനക്ക് തന്നിരിക്കുന്നു. ആ ഭാര്യ നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നീ എത്ര ദിവസം ആ ഭാര്യ ഓർത്തിട്ടുണ്ട്? ഭാര്യമാരെ വിലയാകണമെങ്കിൽ കുറച്ചു കാലം ദുബായിലോ ഗൾഫിലോട്ടോ പോകണം. ഭാര്യമാരെ വിലയറിയണമെങ്കിൽ കുറച്ചു കാലങ്ങൾ മാറി നിൽക്കണം. ഭാര്യമാരെ വിലയറിയണമെങ്കിൽ സഹോദരന്മാരെ, ഭാര്യമാരെ വിലയറിയണേ അങ്ങനെ അറിയത്തുള്ളൂ. അപ്പോഴാണ് മനസ്സിലാകുന്നത് വീട്ടിൽ കിടന്നുണ്ടാക്കിയ കാര്യം ഒന്നും നടക്കത്തില്ല. അവിടെ പോയാൽ നിനക്ക് വീട്ടിൽ കാണിച്ചൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നീ സ്വയം കിടന്ന ഉരുകത്തേ ഉള്ളൂ. ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ മരുഭൂമിക്കകത്ത് 3.5 വർഷക്കാലം മരുഭൂമിക്കകത്ത് ദൈവം കൊണ്ടിട്ട് പണിതെടുത്തത്. നീ മരുഭൂമിക്കകത്തുകൂടെ കടന്നു പോയാൽ മാത്രമേ നീ യഥാർത്ഥമായ ജീവിതം നയിക്കത്തുള്ളൂ. യഥാർത്ഥമായി ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ നീ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകണം. മരുഭൂമിക്കകത്തൂടെ കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ നീ നല്ല അപ്പനായിരിക്കണം, നിന്റെ ഭർത്താവായിരിക്കണം, നിന്റെ ഭാര്യയ്ക്ക് നീ നല്ല
ഹല്ലേലൂയ. നിന്റെ ഭാര്യയ്ക്ക് നല്ല ഭർത്താവായി ഇരിക്കണം. നിന്റെ ഭാര്യയ്ക്ക് നല്ല ഭർത്താവായി ഇരിക്കുമ്പോൾ നീ തിരിച്ചറിയണം, ഭാര്യയെ നീ മനസ്സിലാക്കണം, പ്രവൃത്തികളെ മനസ്സിലാക്കണം, മക്കളെ മനസ്സിലാക്കണം, അവരുടെ പ്രവൃത്തികളെ മനസ്സിലാക്കണം, സ്വഭാവത്തെ മനസ്സിലാക്കണം. ഇത് അപ്പന്റെ ഡ്യൂട്ടിയാ. അവിടെ കൈകാലുകൾ ഉയർത്തേണ്ടതല്ല, ദൈവ സ്നേഹത്തിൽ കുടുംബത്തെ ഉയർത്തണം. ദൈവത്തിന്റെ സ്നേഹത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ കുടുംബത്തിനകം ദൈവ സ്നേഹം കവിഞ്ഞൊഴുകും. അപ്പനെ ഉയർത്തി അപ്പനോട് ചേർന്നാൽ നിന്റെ വീട്ടിനകത്ത് സമാധാനം കുന്നുകൂടും. അത് വരും നിശ്ചയം. കാരണം ബൈബിളിൽ കർത്താവ് എന്റെ സമാധാനം വരും നിശ്ചയം. കർത്താവ് എന്റെ സമാധാനം അത് വരും നിശ്ചയം. നീ റെഡിയാണ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പനെന്ന പദവി അവിടെ ഭർത്താവിന് ഭാര്യ, മക്കൾക്ക് അപ്പനാണ്. ഇതേ അപ്പൻ തന്റെ മാതാപിതാക്കൾക്ക് ആരാണ്? മകനാണ്. ഇതേ അപ്പൻ തന്റെ മാതാപിതാക്കൾക്ക് ആരാണ്? മകനാണ്. അപ്പോൾ ഒരേ സമയം ആ വ്യക്തി ഏതൊക്കെ ഡ്യൂട്ടിയാ ചെയ്യേണ്ടത്? ഏതൊക്കെ ഡ്യൂട്ടിയാ ഈ മനുഷ്യൻ ചെയ്യേണ്ടത്? ഒരേ സമയം ഭാര്യയ്ക്ക് നല്ല ഭർത്താവായി, ഒരേ സമയം മക്കൾക്ക് നല്ല അപ്പനായി, ഒരേ സമയം മാതാപിതാക്കൾക്ക് നല്ല മകനായി, സഹോദരങ്ങൾക്ക് നല്ല സഹോദരനായി. ഇതാണ് കർത്താവ് ദാനം ചെയ്യുന്ന കുടുംബം. ഹല്ലേലൂയ. യഹോവഭക്തനായ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു കുടുംബത്തെ കാണിച്ചു എന്നോട് പറഞ്ഞു, ആ കുടുംബത്തിനകത്ത് ഒരു മരണം നടക്കാൻ പോകുക. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഒരു മരണം എന്നെ കാണിക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ കുരുക്കിട്ട് ഇങ്ങനെ തൂങ്ങുന്നതായി ദൈവം കാണിച്ചു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ഞാൻ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പ്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്തോട്ട് Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Iko sanjare le sanjare. Ora sakara bala tina mana. Ora bala hamdina mana halbana tina igal karabana. Ora saga mana mikori bina thana mana. Ora sakala bala എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. Ora sakara bala. Ora bala hamdina mana mikori bana. Albina hamdina igal karabana levalam tanama. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. Oh hallelujah hallelujah hallelujah. Ora sanamana rikanamana. Hallelujah hallelujah hallelujah. സഹോദരി, ഈ കാഴ്ച ദൈവം കാണിച്ചതിന് ശേഷം ഞാൻ ചാടി എഴുന്നേറ്റ് നമുക്കൊരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ആ പ്രാർത്ഥന ഗ്രൂപ്പിനകത്ത് വേഗത്തിൽ ഈ പ്രാർത്ഥന ശിഷ്യം എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം ദൈവം എന്നെ കാണിച്ചു, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോ എന്നെ ഒരു സഹോദരി വിളിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ പഠനത്തിനകത്ത് ഒരു മരണം സംഭവിക്കുമായിരുന്നു. എന്റെ ഭർത്താവ് നിങ്ങളത്തെ രണ്ടാമത്തെ നിലയിൽ കയറിയിട്ട് മദ്യപിച്ച് 3-4 ദിവസം കൊണ്ട് മദ്യപിച്ച് വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾക്ക് സമാധാനം തരുന്നില്ല. വീട്ടിനകത്ത് ആഹാരം മുഴുവൻ അടിച്ചുടച്ചു കളഞ്ഞു. സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ ഒന്നും കണ്ടു, ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് കയറി വന്നു. രണ്ടാമത്തെ നിലയുടെ മകളിൽ കയറിപ്പോയി. അവിടെ പോയി ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ രണ്ടാമത്തെ നിലയുടെ മകളിൽ കയറി. അവിടെ ഒരു കൂളമിരുന്നു. ആ കൂളറിനെ എടുത്തു കൊണ്ടുവച്ചിട്ട് അതിന്റെ പുറത്ത് കയറിട്ട് കുരുക്കിടാൻ കയറുകയാ. കുരുക്കിട്ടിട്ട് ഈ കുരുക്കിടുന്ന സമയം സഹോദരന്റെ ഉള്ളിനകത്ത് ഒരു ചിന്ത, നീ വേഗം ഓടി ആ മുറിക്കകത്ത് കയറാം. പുറത്തിലുള്ള സഹോദരി, ഈ സഹോദരി ഓടി കയറി ആ രണ്ടാമത്തെ നിലയുടെ മുകളിൽ കുഞ്ഞുങ്ങളും സഹോദരമായി ഓടിക്കേറി പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ കുരുക്കിട്ടിട്ട് ചാടുന്നതും ഈ സഹോദരി ഈ മക്കളെ കൂടെ ചാടി ഈ മനുഷ്യനെ കാല് പിടിച്ചു പൊക്കി. ഹല്ലേലൂയ.
ഒരു വലിയ ഒരു കസര വെച്ച് നീക്കിയിട്ട് അവന്റെ പുറത്ത് കയറ്റി നിർത്തി. കണ്ടോ, ദൈവം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വെളിപ്പെടുത്തുന്ന കുടുംബമാണ്. പ്രാർത്ഥന വെളിപ്പെട്ടപ്പോൾ ആ മരണത്തിന്റെ കേടി ദൈവം പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളുടെ കൈമാറുന്ന പ്രിയരെ, നിങ്ങളെ പ്രാർത്ഥിക്കാൻ ദൈവം ദൗത്യത്തിനായി വിളിച്ചിരിക്കുമ്പോൾ ഈ ദേശത്തിനകം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. ഈ ദേശത്തിനകം നിങ്ങൾക്ക് ദൗത്യമുണ്ട്. ഈ ദേശം ഇങ്ങനെ കിടക്കേണ്ട ദേശമല്ല. തകർന്ന് കിടക്കുന്ന ഇടത്ത് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവം അതിനു വേണ്ടി കണ്ടിരിക്കുകയാണ്. Hallelujah. Oh, Stotram. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. ഇന്ന് പകല് എന്റെ മുമ്പിൽ അല്പസമയമേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയരെ, ഈ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. ഒതുങ്ങി കൂടേണ്ടവരല്ല. നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്ന ഈ സഭയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ കണ്ടിരിക്കുന്ന സഭയാ. ഈ പട്ടണത്തിനകത്ത് ഈ സഭ ഉയരേണ്ട സഭയാ. ഈ പട്ടണത്തിനകത്ത് ഇതിനകത്ത് മുഴങ്ങാനെന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ കണ്ണുനീരിൽ കെട്ടിപ്പടുത്തിയ ചർച്ച ഇതിനകത്ത് ദൈവം ആ കണ്ണുനീരിനെ ഓർക്കുന്ന ദൈവമാണ്. എല്ലാവരും കരങ്ങളെ തട്ടി ഈ പകൽക്കാലം ആത്മാവിൽ സ്തോത്രം ചെയ്തോ. ഞാൻ നിങ്ങൾ ഉറപ്പ് തരികയാ. ആത്മാവിൽ ഒരു ഉറപ്പ് ഞാൻ ഇവിടെ ഇടുകയാ. 2026 ദൈവം വൻ കാര്യങ്ങൾ ഈ ദേശത്ത് ചെയ്യാൻ പോകുകയാ. ചില വൻ മരങ്ങൾ ദൈവം പിഴുതെടുക്കാൻ പോകുകയാ. സുവിശേഷത്തിന് പ്രതികൂലമായി നിൽക്കുന്ന ചിലതിനെ ദൈവം നീക്കാൻ പോകുകയാ. ഇലന്തൂരിൽ ഞങ്ങൾക്ക് ഒരു പ്രവർത്തനം കൂടെ. അതെങ്ങനെ ഉണ്ടായെന്നറിയാമോ? ഞാൻ വീട്ടിനകത്ത് രാത്രി 12 മണി സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 12 മണി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇലന്തൂരിൽ ഒരു സ്ഥലം പറഞ്ഞു. ആ സ്ഥലം പറയുമ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലപ്പേരാണ് എനിക്ക് പിടിയിട്ടില്ല. ഇലന്തൂരിൽ നിന്നോട് ദൈവം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക. വീണ്ടും 1 മണിക്കൂറോളം ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഈ പേര് ദൈവം പറയുന്നു. ഞാൻ രാത്രി 1 മണിക്കൂറോളം ഈ പേര് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ നേരം എടുത്തപ്പോൾ ദൈവം എന്നോട് ഈ പേര് പറയുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ആ സ്ഥലം അറിയില്ല, അങ്ങനെ സ്ഥലം ഉണ്ടോ പോലും അറിയില്ല. എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സ്ഥലം ഉള്ളതായി അറിയാമോ? എൻ്റെ ഭാര്യ എനിക്കറിയില്ല. എന്നിട്ട് വൈഫ് മൊബൈൽ എടുത്ത് അതിനകത്ത് ഇങ്ങനെ സ്ഥലമുണ്ടോ എന്ന് അടിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിയുമ്പോൾ എന്നോട് സുഹൃത്ത് വിളിച്ചു. സുഹൃത്ത് പറഞ്ഞൊരു പാസ്റ്റർ, ഇന്നലെ ഉണ്ടായിരുന്ന പാസ്റ്റർ, ആ പാസ്റ്റർ എന്നെ വിളിച്ച സമയം ഞാൻ ചോദിച്ചു, ഇലന്തൂരിൽ സ്ഥലം അറിയാമോ? എന്നോട് പറഞ്ഞു, എനിക്കറിയാം പാസ്റ്റർ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ സ്ഥലത്ത് പോകാൻ ദൈവം എന്നോട് പറയുന്നു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞു, അടുത്ത മാസം ഞാൻ ഇലന്തൂർ ദേശത്ത് പോവുകയാണ്. ദൈവം എന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നു. അടുത്ത മാസം പോകുന്നു. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല. ഇലന്തൂർ പോകാൻ പറഞ്ഞു. മറ്റൊന്നും എനിക്ക് അറിയില്ല. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ കോട്ടയത്ത് ഒരു പാസ്റ്ററെ വിളിച്ചു. ഒരു IPCയിലെ ഒരു സെൻട്രൽ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ വൈഫിന്റെ പപ്പ മരിച്ചുപോയി. നാളെയാണ് അതിന്റെ അടക്ക ശുശ്രൂഷ. പാസ്റ്ററിന് വേണ്ടി വരണം. എന്നോട് പറഞ്ഞു, പാസ്റ്റർ വരണം. ഞാൻ പറഞ്ഞു, ശരി പാസ്റ്റർ, ഞാൻ വരാം. ഞാൻ പിറ്റേ ദിവസം രാവിലെ 5 മണിക്കുള്ള ട്രെയിന് വേണ്ടിയിട്ട് എന്റെ ഭവനത്തിൽ ഞാൻ പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് 5
മണിക്കുള്ള ട്രെയിനിൽ വേണ്ടി ഞാൻ പോകുകയാണ്. വീട്ടിൽ ഇറങ്ങുന്നത് വരെ മഴയില്ല. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കരമായ മഴ വെളിപ്പെടാൻ തുടങ്ങി. എനിക്ക് പാഠശാല എത്തുന്നതിന് മുമ്പേ ഭയങ്കര മഴ അങ്ങോട്ട് പെയ്തിറങ്ങിയത് കൊണ്ട് ഞാൻ അവിടെ സൈഡിൽ ഒതുങ്ങി നിൽക്കാണ് ഞാൻ തീർന്നു. എന്റെ ഉള്ളിനകത്തൊരു ചിന്ത പരിശുദ്ധമോ പെട്ടെന്ന് തന്നു. നീ പോകേണ്ടത് ഇലന്തൂരിലോട്ടാണ്, നീ പോകേണ്ടത് കോട്ടയത്തല്ല. ഞാൻ വീണ്ടും ഇതെന്നോട് എന്റെ അകത്ത് ദൈവാത്മ പറയുമ്പോൾ എന്റെ ചിന്ത അടുത്ത മാസമല്ലേ പോകാമെന്ന് ചിന്തിച്ചിരിക്കുന്നത്, പിന്നെ എങ്ങനെയാ ഇപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി. ഞാൻ പാഠശാലയിൽ വന്നിട്ട് ടിക്കറ്റ് പറഞ്ഞ ആ ട്രെയിൻ പോയി. ഇനി ഒരു പുനരൊരു ട്രെയിൻ വരുന്നുണ്ട്, അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകാൻ കഴിയുക. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തു. എവിടെത്തിയാ? തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തു. ട്രെയിൻ കയറി ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറിയിരുന്നു. ട്രെയിൻ എടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ പോകേണ്ടത് കോട്ടയത്തല്ല, നീ പോകേണ്ടത് ഇലന്തൂരിലോട്ടാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ സാധാ ഒറ്റ പോകത്തില്ല. ഞാൻ വൈഫില്ലെങ്കിൽ ഇവിടെ ഇന്നലെ വന്ന ദേവദാസിനെ കൊണ്ടാ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടാ പോകുന്നത്. ഇത് ഞാൻ പാഷ വീട്ടിലായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്നോട് ദൈവം പറഞ്ഞു, നീ അങ്ങോട്ട് പോകുക. ഞാൻ അടുത്തിരുന്ന വ്യക്തിയോട് ചോദിച്ചു, എനിക്ക് ആ സ്ഥലം അറിയത്തില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെയാ പോകാൻ, ഇന്ന സ്ഥലത്ത് പോകാൻ എങ്ങനെയാ പോകേണ്ടത്? ഈ മനുഷ്യൻ പറഞ്ഞു, ഇത് പുനലൂർ പോകുന്നതാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നെയ്യാറ്റിൻകരയിൽ ഇതിപ്പോൾ സ്റ്റോപ്പ് ആക്കുക. ഒരു ട്രെയിൻ കടന്നു പോകാറുണ്ട്, ഒരു 5 മിനിറ്റ് സമയമുണ്ട്. ചാടി ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിൻ ഇതിന് ടിക്കറ്റ് എടുത്താൽ പുനലൂർ ഇറങ്ങാൻ കഴിയുക. ഞാൻ എന്റെ ഉള്ളിനകത്ത് നീ പെട്ടെന്ന് ഇറങ്ങുക ചിന്ത എന്നെ പിടിച്ചു തള്ളിയതുപോലെ ഞാൻ ചാടി ഇറങ്ങി. ഞാൻ ടിക്കറ്റ് എടുത്തു, ഓടി കയറി ട്രെയിൻ എടുത്തു. ഞാൻ അങ്ങനെ ആ ഇലന്തൂരിനകത്ത് പോയി കയറി. അവിടെ പോയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അറിയത്തില്ല, എങ്ങോട്ട് പോകണം അറിയത്തില്ല. ഇലന്തൂർ ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ വെയിറ്റ് ഷെഡിൽ കയറിയിരുന്നു. ഇരുന്നിട്ട് അല്പം നേരം ഞാൻ ദൈവത്തോട്, കർത്താവേ നീ ഇവിടെ വരാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നു, ഞാൻ എങ്ങോട്ട് പോകാനാ, എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. ഞാൻ അവിടെ ഇരിക്കുകയാ. ഇരിക്കുന്ന സമയത്ത് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര മഴ അങ്ങോട്ട് എടുത്തൊഴിച്ചു. ആ മഴ പെയ്ത് ഭയങ്കര ശക്തമായ മഴ. ഒരു അരമണിക്കൂറുള്ള മഴ നിന്ന് പെയ്തു. മഴ കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം വെള്ളം ഇങ്ങനെ കെട്ടി. നിങ്ങൾ ദൈവം ചെയ്ത പ്രവർത്തികൾ മനസ്സിലാക്കണം. മുഴുവൻ വെള്ളം അങ്ങോട്ട് കെട്ടി. അപ്പോൾ ഞാൻ ഈ സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഇവിടെ വരുന്ന ആളുകളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും ദൈവമക്കൾ ഉണ്ടോ? ഈ ദൈവമക്കളെയാണോ ഇനി ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്? ഞാൻ ഇവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഴ തീർന്നു. മഴ തീർന്നപ്പോൾ നോക്കിയപ്പോൾ റോഡ് മുഴുവൻ ഇങ്ങനെ വെള്ളം കെട്ടി. അപ്പോൾ ഒരപ്പച്ചൻ, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരപ്പച്ചൻ ഇങ്ങനെ ഈ റോഡിൽ കൂടെ ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകാൻ കഴിയാതെ വെള്ളം അല്പം മുൻപോട്ട് പോകും. അവിടെ നിന്ന് ഒരു വാഹനം ഇങ്ങോട്ട് വരും. ഈ അപ്പച്ചൻ ഓടി ഇങ്ങോട്ട് ഒതുങ്ങി നിൽക്കും. വീണ്ടും അപ്പച്ചൻ മുൻപോട്ട് പോകും. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ അപ്പച്ചന് റോഡ് മുറിച്ച് കടക്കാൻ കഴിയുന്നില്ല. ഈ വാഹനം വരുമ്പോൾ ഈ അപ്പച്ചൻ ഓടി വിളിക്കും. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എന്റെ അകത്തൊരു ചിന്ത, നീ ഈ മനുഷ്യന്റെ അടുത്തുകൂടെ നടന്നു പോകാൻ എന്റെ അകത്തൊരു ചിന്ത. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഈ അപ്പച്ചന്റെ അടുക്കൽ നടന്നു പോയപ്പോൾ ഈ അപ്പച്ചൻ എന്റെ മറ പറ്റി ഇങ്ങനെ എന്റെ ചേർത്ത് വരികയാ. എന്റെ മറ പറ്റി അപ്പച്ചൻ പുറകെ വരികയാ. വന്ന് റോഡ് ക്രോസ് അപ്പുറത്ത് വന്നപ്പോൾ അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച എവിടെ പോവുകയാ? എന്നോട് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ബാങ്കിൽ പോവുകയാ. എന്തിനാ ബാങ്കിൽ പോകുന്നത്? എനിക്ക് പെൻഷൻ വന്നത് എടുക്കാൻ വേണ്ടി പോവുകയാ. ഞാൻ ചോദിച്ചു, അപ്പച്ചന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ 2 ആൺമക്കളുണ്ട്, 2 മരുമക്കളുണ്ട്, എനിക്ക് കൊച്ചുമക്കളുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചന്റെ വീട് എവിടെയാ? എന്നോട് പറഞ്ഞു, ഇലന്തൂരിൽ ഒരു കോളനി ഉണ്ട്, ആ കോളനിയിലാണ് എന്റെ വീട്. എന്റെ അകത്ത് ദൈവം പറഞ്ഞാ ആ കോളനിക്കകത്ത് നീ പോകേണ്ടത്. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന വഴികൾ മനസ്സിലാക്കണം. ചില മഴ പെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പ എന്തിനായി ഈ മഴ? അതുപോലെ പദ്ധതിക്കകത്തുള്ളതാ. ദൈവം പ്ലാൻ ചെയ്ത ആ പ്ലാൻ മാറിപ്പോകില്ല പ്രിയരേ. ഹല്ലേലൂയ. ഞാൻ അപ്പച്ചൻ ഇത് പറയുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞാ ആ കോളനിക്കകത്ത് നിനക്ക് പോകേണ്ടത്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്ററെ ഇതാ ബാങ്ക്, ഞാൻ ബാങ്കിലോട്ട് പോവുകയാ. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ വീണ്ടും അവിടെ ഒരു വെയിറ്റ് ഷെഡ് കണ്ടു. അവിടെ ഒതുങ്ങി അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ബാങ്കിൽ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന സമയത്ത് ഞാൻ മനുഷ്യനോട്
ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാല് മുൻപോട്ട് വച്ച് ഇറങ്ങിയപ്പോ വെയിറ്റ് ഷെഡിൽ താഴോട്ടിങ്ങനെ ഇറങ്ങുമ്പോ എന്നോട് ദൈവം പറഞ്ഞു, നീ ആരോട് ചോദിക്കാൻ പോവുകയോ? അയാളോട് ചോദിക്കാൻ പോയ നാട്ടുകാർ ഒന്നിനായിരിക്കും ബാങ്കിൽ നിറങ്ങി ഒരു നാളെ പൈസ പഠിക്കാൻ പോയെന്ന് പറയും. ദൈവം നടത്തുന്ന വഴികളാ. ഞാൻ പുറകിലോട്ട് വലിഞ്ഞു. ഞാൻ അപ്പച്ചനോട് അപ്പൻ്റെ വെക്കോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് അപ്പച്ചൻ പോയ വഴിയെ തിരിച്ചു വരിക. വന്നിട്ട് ഈ അപ്പച്ചൻ പോയി. പക്ഷേ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു വ്യക്തിയോട് ചോദിച്ചു. ഈ ഒരു വ്യക്തിയോട് ചോദിച്ച് ഈ കോളനിക്ക് പോകുന്ന സ്ഥലം എവിടെയാ? ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ഒത്തിരി ദൂരം പോകാനുണ്ട്, ഓട്ടോ വിളിച്ചാൽ കൊണ്ടുവിടാം. ഞാൻ എൻ്റെ കയ്യിലൊന്നുണ്ടായിരുന്നത് വെറും 150 രൂപ. ഞാനത് വേറെ ഒന്നും കൂടെ പറയുന്നതല്ല, വെറും 150 രൂപ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ പോയത് അങ്ങോട്ടാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൈസ കരുതാതെ പോയത്. പക്ഷേ ഈ പൈസ കൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് അവിടെ പോയാൽ തിരിച്ച് വീട്ടിലെത്താൻ കഴിയില്ല. ഞാൻ ചോദിച്ചു, നടന്നു പോകാനോ? നടന്നു പോകാൻ ഒത്തിരി ദൂരമുണ്ട്, നടന്നു പോകാൻ പാടാ. ഞാൻ പറഞ്ഞു, നടന്നു പോയാൽ എങ്ങനെയാ? നടന്നു പോകാൻ നേരെ വെട്ടി വച്ചു പിടിച്ചോ. ഞാൻ അന്യഭാഷ പറഞ്ഞു നേരെ നടക്കാൻ തുടങ്ങി. പ്രിയരെ, ഞാൻ അവിടെ അന്യഭാഷ പറഞ്ഞുവല്ല നടക്കുന്നത്. ദൈവം വച്ചതാ. 150 ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്യഭാഷ പറയില്ല, ഓട്ടോ വിളിക്കുമായിരുന്നു, കയറി പോകുമായിരുന്നു. പക്ഷേ നീ നടന്നു പോകേണ്ട ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ നടന്നു തന്നെ പോയി. ഞാൻ പോകുമ്പോൾ എന്റെ ഉള്ളിലെ ചിന്ത എന്തെന്നറിയാമോ? ആ സ്ഥലം കോളനിക്കകത്തോട്ട് കയറി ആ പട്ടണത്തിൽ കാല് വെക്കണം, ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇതിനകത്തുള്ള അന്ധകാര മണ്ഡലങ്ങൾ കീഴടക്കണം. ഇവിടെ ദൈവം എഴുന്നേൽപ്പിക്കണം. എന്റെ ചിന്ത ഇതാണ്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ പോയി ആ സ്ഥലത്തിനകത്തി ചോദിച്ചു. അതിനെക്കാളും അങ്ങനെ എത്തുമ്പോൾ ഒരു സ്ത്രീ അവിടെ, ഞാൻ ചോദിച്ചു, കോളനിക്ക് പോകുന്ന വഴി ഏതാ? അവർ എന്നോട് ചോദിച്ചു, ഏത് കോളനിയാ? 2 കോളനിയുണ്ട്, ഒന്ന് ഇവിടെ ഒന്ന് അവിടെ. എനിക്കൊരു പിടിയില്ല. ഞാൻ ചോദിച്ചു, 2 കോളനി പേരെന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ആദ്യം അവർ പറഞ്ഞു, ഒന്ന് കരിയൻ കോളനി. എന്റെ അകത്തിന് ദൈവം പറഞ്ഞാൽ ആ കോളനിയാണ് നിനക്ക് പോകേണ്ടത്. ഞാൻ ചോദിച്ചു, കരിയൻ കോളനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എന്നോട് പറഞ്ഞു, നേരെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് റോഡ് വരും, അതിൽ വച്ച് പിടിച്ചാൽ ഒത്തിരി പോകാനുണ്ട്. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. ആ സ്ഥലത്ത് എത്തിയപ്പോൾ എന്റെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത് ഇതാണ് സ്ഥലം. ഞാൻ അങ്ങോട്ട് അകത്തോട് പ്രവേശിച്ചു. എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ട്, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ കോളനിക്കകത്തോടെ പരിചയമില്ലാത്തൊരു മുഖം കാണുമ്പോൾ ചോദിക്കത്തില്ലേ, എന്തിനാ വന്നത്, എവിടുന്നാ വന്നത്, ആരാ പറഞ്ഞയച്ചത്, ഇവിടെ ആരെ കാണാതെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുക? എന്നാലും അകത്തൊരു ധൈര്യമുണ്ട്. ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഒരുവൻ കൊണ്ടുവന്നതല്ലേ, അവൻ നോക്കിക്കൊള്ളും. ഈ ധൈര്യത്തിലാണ് ഞാൻ ഈ കോളനിക്കകത്തോട് പ്രവേശിച്ചത്. കോളനിക്കകത്തോട് പ്രവേശിച്ചോ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുകയാ, ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് ചോദിക്കാൻ നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. ഒരു വലതുവശത്ത് 2 അമ്മച്ചിമാർ ഒരു ടാർപ്പ കെട്ടിയ അതിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് കഞ്ഞി വെച്ച് ഇവർ കുടുംബക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 2 പേര്. അപ്പോൾ ഇവരോട് ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്പം മുൻപോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ അല്പം മുകളിൽ ഉയർന്ന സ്ഥലത്തിന്റെ പുറത്ത് ഒരു അമ്മച്ചി കസേരയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയതും ഈ അമ്മ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒരു പുഞ്ചിരി, എന്നെ കണ്ടപ്പോൾ ഒരു ചിരി. ഞാനൊന്ന് ചിരിച്ചോ. എന്നിട്ട് ഈ ദൈവം നടത്തുന്ന വിധങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ അല്പം മുൻപോട്ട് പോയപ്പോ എന്റെ അകത്തിൽ നിന്ന് ദൈവാത്മ പറയുകയാ, നീ മടങ്ങി ചെന്നിട്ട് ആ ചിരിച്ച അമ്മച്ചോട് സംസാരിക്കാം. നീ മടങ്ങി പോയി ചിരിച്ചില്ലേ, ആ അമ്മച്ചിയോട് സംസാരിക്കാം. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞ വേറെ ഒന്നും പറഞ്ഞില്ല. അമ്മച്ചി, ഞാനൊരു പാസ്റ്റർ, ദൈവം നെയ്യാറ്റിൻകരയിൽ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. ഇത് പറയുമ്പോൾ അകത്തു നിന്ന് വേറൊരു അമ്മ ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഇറങ്ങി വന്നിട്ട് എന്നോട് പാസ്റ്റർ കയറി വാ. ഹല്ലേലൂയ. പാസ്റ്റർ കയറി വാ. ഞാൻ കയറി പോകുമ്പോൾ അവിടെ പണി തീരാതെ കിടക്കുന്ന അവരുടെ വീട്, അതിനകത്തോട് ഞാൻ കയറിപ്പോയി. എന്നിട്ട് ഈ അമ്മ അവിടെ നിന്നുകൊണ്ട് അടുത്തുള്ള കുറച്ച് ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഓടി വാ, പാസ്റ്റർ നെയ്യാറ്റിൻകരയിൽ വന്നിരിക്കുകയാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ കയറി ചെന്നിരുന്നപ്പോൾ ഈ അമ്മ എന്നോട് പറയുകയാ, പാസ്റ്റർ, ഇവിടെ എല്ലാം കെട്ടപ്പെട്ട് കിടക്കുകയാ, ഇവിടെ എല്ലാം പിശാചിനെ ആരാധിച്ചുകൊണ്ട് കിടക്കുകയാ, ദൈവത്തെ അറിയാതെ കിടക്കുകയാ, രോഗം പിടിച്ച് കിടക്കുകയാ, തളർന്ന് കിടക്കുകയാ. ഇവിടെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. ഞാൻ ഭ്രാന്തിയായിരുന്നു, എന്റെ ദൈവത്തെ സൗഖ്യമാക്കി. ഞാൻ ഭ്രാന്തിയായി ഇവിടെ ഓടി നടന്ന വ്യക്തിയാ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞതാ. എന്നിട്ട് ഇത് കണ്ടിട്ട് ഈ ജനമാനസാന്തരപ്പെട്ടില്ല.
ഈ അമ്മ ഭ്രാന്തിയായിരുന്ന അമ്മ രക്ഷിക്കപ്പെട്ട് ഈ അമ്മ പ്രാർത്ഥിക്കാൻ പോകുന്ന വീടടച്ചു കളയും. അതാണ് ആദേശം. വീട് കഥകളച്ചു കളയോ. എന്നിട്ട് ഈ അമ്മ ഇങ്ങനെ പോയി കഥകളച്ചപ്പോൾ ഈ അമ്മ വന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപ്പാ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, ഈ ജനം എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, ഞാൻ പോയിട്ട് ഇവർ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവർ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ. ഈ അമ്മ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോ ദൈവം അമ്മയോട് തിരിച്ചു പറഞ്ഞത്രേ. അമ്മ പറഞ്ഞ കാര്യമാണ് തിരിച്ചു പറഞ്ഞത്, നീ മൗനമായിരുന്നു പ്രാർത്ഥിക്ക്, എന്റെ പ്രവൃത്തി എന്ന് നീ കാണാൻ പോകുന്നു. എന്നെ ഈ അമ്മയുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചോ. ഹല്ലേലൂയ. എന്റെ ദൈവം ഒരു പ്ലാൻ വരച്ചാലുണ്ടല്ലോ, ആ പ്ലാൻ വലുതായിരിക്കും. ആ പ്ലാൻ ആർക്കും തകർക്കാൻ കഴിയില്ല. ആ പ്ലാൻ അകത്തുകൂടെ സഞ്ചരിക്കൂ. ആ പ്ലാൻ വലുതാ. ഹല്ലേലൂയ. എന്നിട്ട് സംഭവിച്ചറിയാമോ? ഞാനും ഇന്നലെ എന്റെ കൂടെ വന്ന ദൈവദാസനുമാണ് ഞങ്ങളവിടെ പോകും. ഞങ്ങളവിടെ പോയിട്ട് വീട് പോയി കയറും. ഈ അമ്മയെ മുൻപിൽ നിർത്തും, ഞങ്ങൾ പുറകിൽ നിൽക്കും. എന്താ കാര്യം അറിയാമോ? നിങ്ങൾക്ക് തുറക്കത്തില്ലെന്ന് വാതിൽ കൊട്ടി അടച്ചില്ലേ, ആ പട്ടണത്തിനകത്ത് ആ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങൾ മുൻപിലോ ഞങ്ങൾ പുറകിലോ. ഇതാണ് സൈന്യം. ദൈവം ചെയ്ത പ്രവൃത്തിയെ, ദൈവം ചെയ്ത പ്രവൃത്തി കണ്ടോ? നീ ചിന്തിക്കും, ഇവൻ ഒരു കാലത്ത് പണം പിടിക്കത്തില്ല, ഇവൻ രക്ഷപ്പെടത്തില്ല, എന്റെ ജീവിതം മുഴുവൻ ഇത് തന്നെല്ലോ. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എഴുതി തള്ളല്ലേ. സ്തോത്രം. അമ്മ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല പാസ്റ്ററെ ഇങ്ങനെ ഒരു പ്രവൃത്തി ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. ഞങ്ങൾ അവിടെ ഒരു കൺവെൻഷൻ നടത്തി. നാട്ടുകാർ മുഴുവനെതിരായി കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടത്തെ ഒരു RSSകാരന്റെ വീട്ടിലെ മുൻപിൽ വെച്ച് നടത്തി. അതുവരെയെതിരായിരുന്നവൻ കൺവെൻഷന്റെ തലേ രാത്രിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി മാറി. സ്വർഗം അവനെ അനുകൂലമാക്കി മാറ്റി. അതുവരെ പറഞ്ഞ് ഇവിടെ മീറ്റിംഗ് നടത്താൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞവൻ അവന്റെ വസ്തു പോലുമല്ല, അടുത്ത കണ്ടത് നടത്താൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞവനെ കൊള്ളിച്ചു അവന്റെ വീട്ടുമുറ്റം നടത്തിപ്പിച്ചു. എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. നീ പോരാണ് ആരോടാണ് തിരിച്ചറിയണം. എന്റെ ദൈവം ജീവനുള്ളവനാ. അവൻ മരിച്ചൊഴിയിൽ കിടക്കുന്നവനല്ല, മരിച്ച ഇടത്തു നിന്ന് അവൻ എഴുന്നേറ്റ് വന്നവനത്രേ. എഴുന്നേറ്റ് വന്നവനാ. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ മനുഷ്യനാണ് ഞങ്ങൾ സപ്പോർട്ട്. മെസ്സേജ് തുടങ്ങി, മീറ്റിംഗ് ആരംഭിച്ചു. മെസ്സേജ് തുടങ്ങിയപ്പോൾ ചില ആളുകൾ ഞങ്ങൾക്കെതിരായി സൈഡിൽ കൂടെ വന്നു. മീറ്റിംഗിൽ വന്നിട്ട് പാട്ടുപാടി വന്നിട്ട് എന്നിങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യൻ ഒരു ഓടി അതുപോലെ ഓടി അടുത്ത് വരും. എന്താ കാര്യം? അവൻ മാറിപ്പോകും. നിനക്ക് പ്രതികൂലമായി നിന്നവനെ അനുകൂലമാക്കി മാറ്റുന്ന ഒരു നാഥനുണ്ട്. ഈ പകലിനെ കൈമാറുകയാ. ദേശത്തിനകത്ത് പ്രതികൂലമായി നിൽക്കുന്നതിനെ അനുകൂലമാക്കി മാറ്റുന്ന ദൈവം. ജീവനുള്ളവർ ഏറ്റെടുക്ക്, ജീവനുള്ളവർ ഏറ്റെടുക്ക്. അവിടെ പോലീസ് വന്നു. 9 പ്രാവശ്യം വിളിച്ചു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. ഹല്ലേലൂയ. പോലീസ് SI സർക്കിൾ എല്ലാം വന്നു. അവർ വന്ന് ജനത്തിനിടയിൽ ഒന്നിറങ്ങി. ഞാൻ പ്രസംഗം തുടങ്ങുമ്പോൾ നേരെ ഒന്ന് ഫ്രണ്ടി വന്നു. വണ്ടി കൊണ്ടിട്ട് ഫ്രണ്ടി വന്ന് ജനത്തിനിടയിലോട്ട് ഇറങ്ങി വന്നു. അരമണിക്കൂർ നീ മെസ്സേജ് കേട്ടു വരുന്ന അരമണിക്കൂർ വണ്ടിക്കകത്ത് സർക്കിളിരുന്നു. ബാക്കി എല്ലാം ജനത്തിനിടയിൽ. ജനം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, നാം ഇരിക്കുന്നത് രാജാവിന്റെ മുൻപിലാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല തിരിഞ്ഞു നോക്കേണ്ടത്. രാജാവിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ സാന്നിധ്യത്തിനകത്തിരിക്കുക, അല്ലാതെ അടുത്ത് നിൽക്കുന്നവരെല്ലാം നീ നിരീക്ഷിക്കേണ്ടത്. പറഞ്ഞ മാത്രയിൽ സാന്നിധ്യം ഇറങ്ങി ജനമാത്മാവിനായി. ആ സമയത്ത് അരമണിക്കൂർ മെസ്സേജ് കേട്ടിട്ട് അടുത്ത് വന്ന് എന്റെ കൂടെ വന്ന ഇവിടെ ഇന്നലെ വന്ന ദൈവദാസനോട് പറഞ്ഞു, സോറി കേട്ടോ, 9 പ്രാവശ്യം വിളിച്ച് നിവർത്തിയിലാണ് വന്നു പോയതാ. എന്റെ ദൈവം ജീവനുള്ള ദൈവം, അവിടെ ഒതുക്കേണ്ടവനെ ഒതുക്കി. ഹല്ലേലൂയ.
എന്നാൽ ഇന്ന് പകലെ കൈമാറുകയാ. ഇതിനകത്തിരിക്കുന്ന ചിലരെ പിശാച് ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്നെ എതിർപ്പിക്കാൻ പോവുകയാ, നിന്നെ എതിർപ്പിക്കാൻ പോവുകയാ. ദർശനത്തിന് വാതിൽ ഓപ്പൺ ആവുകയാ, ദർശനത്തിന് വാതിൽ ഓപ്പൺ ആവുകയാ. ആ ഇരിപ്പിടം കൊണ്ട് നിലനിൽക്കാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാ. ആ ഇരിപ്പിടം കൊണ്ട് നിലനിൽക്കാതെ എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുക. അന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ. ഈ സമയം അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ. മറ്റുള്ളവർ ദൈവത്തോട് മറ്റുള്ള നാമം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, നാമം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓ അന്യഭാഷകളുള്ളവർ നിങ്ങളുടെ ശക്തിയോടുകൂടി അന്യഭാഷ പറഞ്ഞാട്ടെ. മറ്റുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ശക്തിയോടുകൂടെ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്തോത്രത്തോടെ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇതല്ല അഭിഷേകം പ്രാപിക്കുന്നത് നമുക്കൊരു വാഞ്ചയുണ്ടാകും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ നമ്മുടെ അകത്ത് വാഞ്ചയുണ്ടാകണം. ആ വാഞ്ചത്തിന്റെ അകത്ത് വന്നാലേ അഭിഷേകം നൽകത്തുള്ളൂ. അതിന് പറയുന്നു, അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ദൈവം തന്ന കൽപ്പനയാണ്, ദൈവം തന്ന വാഗ്ദത്തമാ. ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മുടെ ശക്തിയോടെ കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്താട്ടെ, അന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ. ഈ ജനത്തിന്റെ ഉള്ളിൽ അവിടുന്ന് പരിവർത്തിക്കപ്പാ, ഈ ജനത്തിന്റെ ഉള്ളിൽ അത് പരിവർത്തിക്കപ്പാ. യേശുവേ അത് പരിവർത്തിക്കപ്പാ, അത് പരിവർത്തിക്കപ്പാ. Namo
நான் கைத்தாறு ஆரம்பிச்சிருக்கோம். எல்லாரும் முன்னாடி வர முடியுமா?